ഹായ്ഡ മക്കളെ, എല്ലാവർക്കും എക്സാം ഒക്കെ എളുപ്പമായി എന്ന് കരുതുന്നു. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ ഒരു റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഫസ്റ്റ് പാർട്ടിക്കിൾ സെക്കൻഡ് പാർട്ടിക്കിളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് തന്നെയായിരിക്കും സെക്കൻഡ് പാർട്ടിക്കിൾ ഫസ്റ്റ് പാർട്ടിക്കിളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സും. സോ അവിടെ റേഷ്യോ എടുക്കുമ്പോൾ 1:1 എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കൂ, നമുക്ക് ഹൈറ്റ് ഒക്കെയാണ് വേണ്ടത്. G/9 ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ ഹൈറ്റ് തന്നിരിക്കുന്നത് 3r, r, 2r എന്നൊക്കെ ഫോമില. സോ നമ്മുടെ ഹൈറ്റ് കമ്പയറബിൾ ടു റേഡിയസ് ഓഫ് എർത്ത്. സോ ആ ഒരു കേസിൽ നമ്മൾ GHൻ്റെ ഇക്വേഷൻ നമ്മൾ എടുക്കേണ്ടത് GM/r+h² എന്നുള്ള ആ ഒരു റിലേഷൻ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ GMൻ്റെ സ്ഥാനത്ത് നമുക്ക് GR² എന്ന് കൊടുക്കാം. GR²/r+h². അത് G/9 ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. G കട്ട് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സ്ക്വയർ റൂട്ട് എടുത്താൽ 3r = r+h എന്നും h = 2r എന്നും നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ മറ്റേ ഇക്വേഷൻ ഉണ്ടല്ലോ, h വെരി മച്ച് ലെസ് ദാൻ r, G × 1 - 2h/r. അതെടുത്ത് അതിൻ്റെ പുറകെ പോകരുത്. ഇവിടെ ഓപ്ഷൻസ് നോക്കണം. ഓപ്ഷൻസ് കമ്പയറബിൾ അല്ല, അല്ലെങ്കിൽ പ്രപ്പോർഷണാലിറ്റി ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ. അപ്പം നമ്മൾ GM/r+h² എന്നുള്ള റിലേഷൻ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് അടുത്ത ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് 3r ഫ്രം ദി surface of the earth. The change in potential energy when a body of mass m is raised to a height 3r from the surface. അപ്പം നമുക്ക് 3rലുള്ള പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ നമുക്കറിയാം റേഡിയസ് 6 ആണ് എങ്കിൽ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത് 4r. സോ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി = ഹൈറ്റിലെ പൊട്ടൻഷ്യൽ എനർജി -GMM/4r എന്ന് കൊടുക്കാം, -GMM/, സർഫസിലേത് 6 എന്നും കൊടുക്കാം. മൈനസും മൈനസും പ്ലസ് ആയി പൊക്കോളും. സോ GMM/r × 1 - 1/4 എന്നാണ് കിട്ടുക. സോ സോൾവ് ചെയ്യുമ്പോൾ 3/4 mgr എന്ന് നമുക്ക് കിട്ടും. അതിൽ GMന് പകരം GR² എന്ന് സബ്സ്റ്റിറ്റ്യൂഷനും കൊടുക്കുക. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 1 കിട്ടും ആൻസർ. ഓക്കെ, ഡയറക്റ്റ് ആണ്. അടുത്തത് വാട്ട് വിൽ ബി ഇറ്റ്സ് വാല്യൂ അറ്റ് ഡെപ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെപ്തിലേക്ക് പോകുമ്പോൾ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. ഡെപ്തിലേക്ക് പോകുമ്പോൾ ഉള്ള ഇക്വേഷൻ G × 1 - d/r ആണ്. ദാറ്റ് ഈസ് G × 1 - d 64 കിലോമീറ്റർ ആണ്. ആറിൻ്റെ വാല്യൂ 6400 കിലോമീറ്റർ ആണ്. സോ G × 1 - 1/100 കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ 99/100 × G എന്ന് നമുക്ക് എത്താനായിട്ട് പറ്റും. ക്യാപ്പിലറി ആക്ഷനിൽ ലിക്വിഡ് വിൽ റൈസ് ചെയ്യണമെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് അക്യൂട്ട് ആയിരിക്കണം. സോ അക്യൂട്ട് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, 30 ഡിഗ്രി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഫോഴ്സ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇൻ അഡീഷൻ ടു ഇറ്റ്സ് വെയ്റ്റ് ദ ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് ദ നീഡിൽ ഫ്രം ലിക്വിഡ് സർഫസ് വിൽ ബി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് സർഫസ് ടെൻഷൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഇവിടെ 2L എന്ന് വേണം എടുക്കാനായിട്ട്. നമുക്ക് വേണ്ടത് F ആണ്. സോ F = S × 2L എന്ന് കൊടുക്കാം. സർഫസ് ടെൻഷൻ്റെ വാല്യൂ 7 എന്ന് തന്നിട്ടുണ്ട്. 7 × 2 × Lൻ്റെ വാല്യൂ 4.5 × 10⁻². സോ സോൾവ് ചെയ്യുമ്പോൾ ആൻസർ ഓപ്ഷൻ 1 കിട്ടും. ഓക്കെ, അടുത്തത് നമ്മുടെ റേഡിയസും അതുപോലെ തന്നെ വിസ്കസ് ടെർമിനൽ വെലോസിറ്റിയും ഒക്കെയുള്ള ഇക്വേഷനാണ്. ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, പ്രപ്പോർഷണൽ ടു എന്താണ്, r² ആണ്. അപ്പോൾ അടുത്ത കേസിൽ നമുക്ക് തന്നിട്ടുണ്ട് ഇഫ് ദ ബോൾ ഈസ് ചേഞ്ച്ഡ് വിത്ത് അനദർ സ്റ്റീൽ ബോൾ ഹാവിങ് 8 times ഇറ്റ്സ് വോളിയമാണ്. അപ്പോൾ നമ്മൾ ബോൾ ബിയുടെ കേസിൽ വോളിയം എയുടെ വോളിയത്തിനേക്കാൾ 8 times ആണ്. സോ വലിയ ബിയുടെ വോളിയം നമുക്ക് 4/3 πr⁻³ എന്ന് എടുക്കാം. ദാറ്റ്സ് = 8 times വോളിയമാണ്. ദാറ്റ് ഈസ് 4/3 π. ആദ്യത്തെ r ആണെന്നിരിക്കട്ടെ, r³ എന്ന് കൊടുക്കാം. 4/3 ഒക്കെ കട്ട് ചെയ്താൽ ക്യൂബ് റൂട്ട് എടുത്തു കഴിയുമ്പോൾ r1 = 2r എന്ന് നമുക്ക് കിട്ടും. സോ അതിൻ്റെ റേഷ്യോ എടുത്താൽ മതി. VT A/VT B = r/2r² ആണ്. സോ 1/4 എന്ന് കിട്ടും. സോ VTB = 4 times P എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും.
എസ്കേപ്പ് സ്പീഡ് നമുക്കറിയാം, സർഫസിൽ നിന്നാണ് എസ്കേപ്പ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ വരിക √2gm / r ആണ്. സോ അത് ഫോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, മാസ് ഓഫ് ദ ബോഡി വിച്ച് ഈസ് ടു ബി പ്രൊജക്റ്റഡ്. അതായത് നമ്മളിപ്പം എർത്തിൻ്റെ സർഫസിൽ നിന്ന് സ്മോൾ എമ്മിനെയാണ് എറിയുന്നതെങ്കിൽ സ്മോൾ എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പകരം ഏത് മാസ് ആണോ അവിടെ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ മാസിനെയൊക്കെയാണത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരേ പൊസിഷനിലേക്കും ഈക്വലായിട്ട് പ്രഷർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പാസ്കൽസ് ലോ ആണ്. റിജിഡ് ബോഡിയുടെ, പെർഫെക്റ്റ്ലി റിജിഡ് ബോഡിയുടെ കേസിൽ യങ്സ് മോഡുലസിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. ഇവിടെ നമുക്ക് നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ കൊടുക്കാം. AB = കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് മാസ് ആണെന്നൊക്കെ നമുക്കറിയാം. സോ എല്ലാം കൊടുക്കുക. 3 × 10 + 15 × V = 20 × 5 ആണ്. സോ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ 14/3 എന്ന് കിട്ടും. അടുത്ത് തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ ആൻസർ വരിക ഓപ്ഷൻ 4 ആയിരിക്കും. സ്ട്രെസ് സ്ട്രെയിൻ ആണ്. സോ യങ്സ് മോഡുലസിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കതിൻ്റെ യങ്സ് മോഡുലസ് റേഷ്യോ ഓഫ് YA / YB ആണ് ചോദിച്ചിരിക്കുന്നത്. സോ tan 60 / tan 30 വരും. സോൾവ് ചെയ്യുമ്പോൾ 3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇക്വേഷനാണ്. യങ്സ് മോഡുലസിൻ്റെയൊക്കെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സോ F/A / ΔL/L ആണ്. സോ അതിൽ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ Y = FL / A × ΔL എന്ന് കിട്ടും. സോ F തന്നിട്ടുണ്ട്, F എന്ന് തന്നെ, ഏരിയ A ആണ്. L / ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ΔL എന്ന് പറയുന്നത് 0.001 ആണ്. സോ 10⁻³ L എന്ന് കൊടുക്കാം. L കട്ട് ചെയ്യും. സോ 10⁻³ മുകളിലേക്ക് പൊക്കോളും. 1000 F / A എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്തത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡെപ്ത്ത് 20 മീറ്ററിലുള്ള പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ പ്രഷർ അറ്റ് എ ഡെപ്ത്ത് = അറ്റ്മോസ്ഫറിക് പ്രഷർ പ്ലസ് ρgh എന്ന് നമുക്ക് കൊടുക്കാം. സോ ഡെൻസിറ്റി ഒക്കെ തന്നിട്ടുണ്ട്. 180 m പ്ലസ് റോയുടെ വാല്യൂ 10⁻³ ജിയുടെ വാല്യൂ 10. സോ 20. സോ ഇത് 280 എന്ന് കിട്ടും. സോ ആഡ് ചെയ്യുമ്പോൾ 380 എന്ന് നമുക്ക് ഒറ്റയടിക്ക് ആൻസർ കൊടുക്കാനായിട്ട് പറ്റും. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ കേസാണ്. സോ ഇവിടെ നമുക്ക് വോളിയം കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് A1x1 = A2x2 ആണ്. സോ A1 അല്ലെങ്കിൽ A × x = A2 × A2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2A ആണെന്ന് തന്നിട്ടുണ്ട്. 2A × x2 ആണ്. സോ x/2 എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അടുത്തത് നമുക്ക് വേണ്ടത് ബൾക്ക് മോഡുലസിൻ്റെ റിലേഷനാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം ബൾക്ക് മോഡുലസ് B = P / ΔV/V ആണ്. ഇവിടെ നോക്കൂ, ബൾക്ക് മോഡുലസ് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ടു വാട്ട് ഡെപ്ത് ബിലോ ദ സർഫസ് ഓഫ് സീ ഷുഡ് റബ്ബർ ബോൾ ഈസ് ടേക്കൺ. അപ്പോൾ നമുക്ക് ബൾക്ക് മോഡുലസ് അല്ല വേണ്ടത്, ഡെപ്താണ് വേണ്ടത്. സോ നമുക്ക് പ്രഷറിനെ അങ്ങ് മാറ്റി എഴുതാം. ബൾക്ക് മോഡുലസ് B = പ്രഷറിൻ്റെ സ്ഥാനത്ത് ρgh എന്ന് കൊടുക്കാം. ρgh / ΔV/V ആണ്. സോ ബൾക്ക് മോഡുലസ് ഉണ്ട്, വാല്യൂ തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് ചേഞ്ച് തന്നിട്ടുണ്ട്. ΔV/V തന്നിട്ടുണ്ട്. ജിയും H ആണ് നമുക്ക്, ഡെപ്താണ് നമുക്ക് വേണ്ടത്. റോയും നമുക്ക് അറിയാം. ഓക്കെ, സോ സോൾവ് ചെയ്യുക. ആൻസർ നമുക്ക് ഓപ്ഷൻ 3 കിട്ടും. ഓക്കെ, അടുത്തത് വിസ്കസ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. വിസ്കസ് ഫോഴ്സ് F = 6π∗RV ആണ്. എല്ലാ ടേംസും ഉണ്ട്. വിസ്കോസിറ്റി തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്, റേഡിയസ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, 1 ആണെന്ന്. ഡയറക്റ്റ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. ആൻസർ 2 കിട്ടും. മാച്ച് ദ കോളം. ഹൈഡ്രോളിക് ലിഫ്റ്റ് നമുക്കറിയാം. ഏതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്? പാസ്കൽസ് ലോ ആണ്. പിന്നെ ബ്ലേഡ് ഇങ്ങനെ മുകളിൽ കിടക്കുന്നതൊക്കെ എന്താണ്? സർഫസ് ടെൻഷനാണ്. ഡാമിൻ്റെ താഴത്തെ ഭാഗം തിക്കാകാനുള്ള കാരണം താഴേക്ക് വരും തോറും പ്രഷർ കൂടുന്നു. സോ ആ പ്രഷറിൻ്റെ ടേംസ് കൊണ്ടാണ്. ഷിപ്പ് ഫ്ലോട്ട് ചെയ്യാനുള്ള കാര്യം ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ്. ഓക്കെ, നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ ഓഫ് എ ലിക്വിഡ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ടോർക്ക് ടോ = R×F ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ R എടുക്കുമ്പോൾ നമുക്ക് വേണ്ടത്
നമുക്ക് വേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് പാർട്ടിക്കിൾ ആണ്. വിത്ത് റെസ്പെക്ട് ടു R2 ആണ് നമുക്ക് വേണ്ടത്. സോ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതുമ്പോൾ R1 വെക്റ്റർ മൈനസ് R2 വെക്റ്റർ എന്ന് വേണം നമ്മുടെ R എടുക്കാനായിട്ട്. ഇതായിരിക്കും നമ്മുടെ R വരിക. ഓക്കെ, ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സെയിം തന്നെ ഒറിജിനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനും നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ ഒറിജിനിൽ നിന്നല്ല, ആ ഒരു പോയിൻ്റാണ് പൊസിഷൻ, ആദ്യത്തെ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്ററാണ് R1. വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ അല്ല, വിത്ത് റെസ്പെക്ട് ടു R2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ പൊസിഷൻ ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ദ സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് R12 വെക്ടറാണ്. R1 മൈനസ് R2 എടുത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. പിന്നെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, ടോർക്ക് ടോയ് ഈക്വൽ ടു R ക്രോസ് എഫ്. ഇവിടെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്ഷനിൽ ഇപ്പം ആൻസർ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അസേർഷൻ ഇവിടെ ഫോൾസ് ആണ്. കാരണം എല്ലാ റെയിൻ ഡ്രോപ്പും എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട്, ഒറ്റ റെയിൻ ഡ്രോപ്പ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെയും പറയാമായിരുന്നു. ഇവിടെ എല്ലാ റെയിൻ ഡ്രോപ്പിനും സെയിം വെലോസിറ്റിയാണ്, താഴേന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത് ആറിനെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട്. സോ അസേർഷൻ ഇവിടെ ഫോൾസ് ആണ്. റീസൺ ഇവിടെ ട്രൂ ആണ്. ഓക്കെ, സോ നമ്മുടെ ആൻസർ വരിക ഇതിനകത്ത് അസേർഷൻ ഓൾ ദ റെയിൻ ഡ്രോപ്സ് ഹിറ്റ് ദ സർഫസ് ഓഫ് എർത്ത് വിത്ത് സെയിം വെലോസിറ്റി എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ റീസൺ വരുന്നത് നമുക്ക് ആൻ ഒബ്ജക്റ്റ് ഫാളിങ് ത്രൂ എ വിസ്കസ് മീഡിയം ഇവഞ്ച്വലി അറ്റൈൻസ് എ ടെർമിനൽ വെലോസിറ്റി. അത് നമുക്കറിയാം, ടെർമിനൽ വെലോസിറ്റി ആണ് പ്രൊപ്പോർഷണൽ ടു R² ആണ് വരിക. സോ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ഇല്ലായിരുന്നു. സോ അസേർഷൻ ഫോൾസ് ആണ് ഇവിടെ, റീസൺ ട്രൂ ആണ് കേട്ടോ. ബെർണോളീസ് പ്രിൻസിപ്പിൾ ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് എനർജി ആണെന്ന് നമുക്കറിയാം. അടുത്ത ക്വസ്റ്റ്യനിൽ എക്സ്റ്റേണൽ ടോർക്ക് ഓൺ എ ബോഡി ഈസ് 0, ദെൻ ഇറ്റ് മസ്റ്റ് ബി ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. അത് കറക്റ്റാണ് അല്ലേ? എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബോഡി റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണ്. അടുത്തത് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് 0, ദെൻ ഇറ്റ്സ് ആംഗുലാർ മൊമെൻറ്റം മസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ തീർച്ചയായിട്ടും ലീനിയർ മൊമെൻറ്റം അവിടെ കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. സോ ആൻസർ വരിക ഓപ്ഷൻ 3 ആണ്. ടോട്ടൽ കൈനറ്റിക് എനർജി നമ്മുടെ ലീനിയർ മോഷനിൽ ഹാഫ് mv² പറയുന്നത് പോലെ ഇവിടെ ഹാഫ് I ω² ആണ്. സെൻറ്റർ ഓഫ് മാസ് നമുക്കറിയാം ഫോഴ്സസ് ഓൺ ദ പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും ഒക്കെ തമ്മിലുള്ള ഒരു റിലേഷനാണ് V = R⍵. സോ ഒമേഗ = V/R ആണ്. V = 16 ആണ്. ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത് 400 സെൻറ്റിമീറ്റർ എന്ന്. സോ റേഡിയസ് 200 സെൻറ്റിമീറ്റർ. സോ 16/2 8 rad/s എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് 2 മാസമൊക്കെ തന്നിട്ടുണ്ട്. അവർ എന്നിട്ട് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഫോഴ്സ്. വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവിടുത്തെ സെൻറ്റർ ഓഫ് മാസ് എങ്ങനെയായിരിക്കും ഇവിടെ കുട്ടികളെ? റിമെയിൻ സ്റ്റേഷനറി ആയിരിക്കും. സെൻറ്റർ ഓഫ് മാസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആ ഒരു ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ തന്നിട്ടുണ്ട്. നമുക്ക് അറിയാം ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ ഇത് സെൻറ്റർ ഓഫ് മാസ് ആണ് എങ്കിൽ അവിടുന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള പൊസിഷനിലുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിൽ കൂടിയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് mx² ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു സെൻറ്റർ ഓഫ് മാസിൽ കൂടിയുള്ള എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസാണ്. അപ്പോൾ ഈ I = ICM കിട്ടണമെങ്കിൽ ഇവിടെ ഈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ മിനിമം ആവണം, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ അവിടെ 0, അല്ലെങ്കിൽ ഈ Iയുടെ വാല്യൂ മിനിമം ആവണം. അപ്പോൾ മിനിമം എന്ന് പറഞ്ഞാൽ അവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കണം? മിനിമം മാക്സിമം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേമിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവണം. സോ ഇവിടെ di/dx = 0യോട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 2x - 24 = 0 ആണ്. സോ അതിൽ നിന്ന് x = 12 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിൽ ratio of gyration of circular disk about a tangential axis
ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ഡിസ്ക് ആണ്. സോ ആദ്യം നമുക്ക് സർക്കുലാർ ഡിസ്ക് ആണ്. സോ അവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കണ്ടുപിടിക്കാം. സർക്കുലാർ ഡിസ്ക് ആണ്. സോ mr² പ്ലസ് സെൻട്രൽ ഓഫ് മാസിൽ കൂടിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം. സർക്കുലാർ ഡിസ്ക് ആയതുകൊണ്ട് mr² ഡിവൈഡഡ് ബൈ 4 എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 5/4 mr² എന്ന് കിട്ടും. അവിടെ നിന്ന് കിട്ടെ. അതിൽ നിന്ന് ആദ്യത്തിൻ്റെ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് k² ഇസ് ഈക്വൽ ടു 5/4 r എന്ന് കിട്ടും. അല്ലെങ്കിൽ അവിടുത്തെ റേഡിയസ് ഓഫ് ഗൈറേഷൻ √5/4 × r എന്ന് കിട്ടും. രണ്ടാമത്തത് നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ക് ആണ്. ഡിസ്കിൻ്റെ കേസിലും നമുക്ക് പാരലാക്സിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ mr² പ്ലസ് mr² ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 3/2 mr². സോ അതിൽ നിന്ന് റിംഗ് ആണ്. സോ kr² ഇസ് ഈക്വൽ ടു 3/2 r². സോ kr റിങ്ങിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈക്വൽ ടു √3/2 r എന്ന് നമുക്ക് കിട്ടും. സോ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് √5:6 റേഷ്യോ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ റേഷ്യോ എടുക്കുമ്പോൾ √5:6 എന്ന് കിട്ടും. അടുത്തത് നമുക്കിതേ പാരലാക്സിസ് തിയറം തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഐയും എക്സും തമ്മിലുള്ള ഗ്രാഫാണ്. I പ്രപ്പോർഷണൽ ടു x² ആണ്. അപ്പോൾ എന്തായാലും പരാബോളയാണ് ഗ്രാഫ് വരിക. പവർ 1 ആയിട്ടുള്ളത് I ആണ്. സോ ഐക്ക് സിമ്മട്രിക് ആയിരിക്കും. ഐക്ക് അപ്പുറം ഇപ്പുറമായിട്ടായിരിക്കും നമ്മുടെ ഗ്രാഫ് വരിക. പിന്നെ I ഈക്വൽ ടു ICM പ്ലസ് mx². ICM ഒരു കോൺസ്റ്റൻറ്റ് ടേം നമ്മളവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഗ്രാഫ് അവിടെ നിന്ന് ആ ഒറിജിനിൽ തട്ടി 4th വൺ ചാടിക്കയറി മാർക്ക് ചെയ്യരുത്. അവിടെ ഒറിജിനിൽ തട്ടി പോകത്തില്ല. അവിടെ ICM എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് അത് മുകളിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യും. ഇത് കണ്ടോ, ഇത് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു r×f ആണ്. ജസ്റ്റ് ഇവിടെ r, ഇത് മാത്രം r എടുത്താൽ മതി. കാരണം വിത്ത് റെസ്പെക്ട് ടു ഒറിജിനാണ്. അപ്പോൾ r -0 സോ r തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. സോ ഇതിനകത്തൊന്നും ചെയ്യാനില്ല. ടോ ഈക്വൽ ടു IJK, ആറിൻ്റെ വാല്യൂ 3, 2, 3, എഫിൻ്റെ വാല്യൂ 2, -3, 4. സോ ജസ്റ്റ് ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ വരിക ഓപ്ഷൻ 2 ആണ്. നമ്മളോട് പറയാണ് എ പോയിൻ്റ് മാസ് m ഈസ് ലൊക്കേറ്റഡ് അറ്റ് 0 along y-axis where should the 2m mass be kept so that center of mass lies at origin. അപ്പോൾ എന്തായാലും ഒറിജിനിൽ സെൻട്രൽ ഓഫ് മാസ് കിട്ടണമെങ്കിൽ x കോർഡിനേറ്റ് എന്തായാലും 0 ആയിരിക്കണം. എന്തായാലും നമ്മുടെ ആൻസർ 1 or 2 ആണെന്ന് ഉറപ്പിക്കാം. പിന്നെയുള്ളത് y സെൻട്രൽ ഓഫ് മാസ് വൈയുടെ നമുക്ക് എടുക്കാം. സോ വൈയുടെ എടുക്കുമ്പം m × a പ്ലസ് 2m × നമുക്കറിയത്തില്ല y ഡാഷ് എന്ന് കൊടുക്കാം ഡിവൈഡഡ് ബൈ 3m. YCM എന്തിലാന്നാണ് പറഞ്ഞിരിക്കുന്നത്? സെൻട്രൽ ഓഫ് മാസ് 0 സോ XCM 0 കിട്ടണം, YCM 0 കിട്ടണം. സോ MA ഈക്വൽ ടു ഇത് 0 ആയിപ്പോയി. ഇതിനിപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ -2m × y ഡാഷ് ആണ്. സോ y ഡാഷ് ഇസ് ഈക്വൽ ടു -a/2 എന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ജസ്റ്റ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി -gm/r, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ -gm/r, ഇൻറ്റൻസിറ്റി ഫീൽഡ് തന്നെയാണ് gm/r², എസ്കേപ്പ് സ്പീഡ് √2gr. ഓക്കെ, ആൻസർ വരിക ഓപ്ഷൻ 2. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മുടെ 36th ക്വസ്റ്റ്യനിൽ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രപ്പോർഷണൽ ടു എന്നാണ് തന്നിട്ടുള്ളത്? r⁻² എന്നൊന്നും അല്ല തന്നിട്ടുള്ളത്. പകരം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 4th പവർ ഓഫ് ഡിസ്റ്റൻസാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടൈം പീരീഡ് t പ്രപ്പോർഷണൽ ടു r⁻n+1 ഡിവൈഡഡ് ബൈ 2 ആണ്. സോ ഈ ഒരു റിസൾട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. നമുക്കറിയാവുന്നത് f പ്രപ്പോർഷണൽ ടു 1/r² ആണ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത്, ഈ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന f പ്രപ്പോർഷണൽ ടു 1/r⁴ എന്നാണ്. സോ ഇവിടെ n 4th പവറാണ്. സോ t പ്രപ്പോർഷണൽ ടു r⁴+1 ഡിവൈഡഡ് ബൈ 2 ആണ്. r⁵/2 എന്ന ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അടുത്തത് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും സാറ്റലൈറ്റിൻ്റെ കേസാണ്. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് -gmm/r ആണ് എങ്കിൽ കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ആ പൊട്ടൻഷ്യൽ എനർജി എന്താണോ അതിൻ്റെ നേരെ പകുതിയാണ്. അതാണ് ടോട്ടൽ എനർജി. നെഗറ്റീവായിരിക്കും നമുക്ക് കിട്ടുക.
സോ അതിൻ്റെ നേരെ പ്ലസ് വാല്യൂ ആയിരിക്കും നമുക്ക് കൈനറ്റിക് എനർജി വരിക. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി യു ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് -u/2 ആണ്. സോ ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ആൻസർ -2 എന്ന് കിട്ടും. സോ ഇത് നമുക്ക് ആറ്റത്തിലും ആപ്ലിക്കബിൾ ആണ്. സോ പൊട്ടൻഷ്യൽ എനർജി എന്താണോ അതിൻ്റെ പകുതിയായിരിക്കും ടോട്ടൽ എനർജി, അതിൻ്റെ പ്ലസ് വാല്യൂ ആയിരിക്കും കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ എപ്പോഴും കൈനറ്റിക് എനർജി എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഈ സിസ്റ്റം ബൗണ്ടഡ് ആയതുകൊണ്ട് ടോട്ടൽ എനർജി എപ്പോഴും നെഗറ്റീവും ആയിരിക്കും. സോ അടുത്തത് നമുക്ക് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹാഫ് വേ ഡൗൺ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. സോ GD നമുക്ക് കണ്ടുപിടിക്കാം. G × 1 - R/2 ആണ്. D R/2 ആണ്. R/2/R. സോ R കട്ട് ചെയ്താൽ G/2 എന്ന് കിട്ടും. സോ ആദ്യത്തെ M × G ആണെങ്കിൽ ഇപ്പോൾ M × G/2 ആണ്. സോ ആദ്യം 250 ആണ്. സോ /2 ചെയ്യുമ്പോൾ 125 എന്ന ആൻസർ കിട്ടും. സോ ഡെപ്തിൽ ഡിയിലേക്ക് നമ്മൾ R/2 എന്നുള്ള ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷനാണ് നമുക്ക് വേണ്ടത് അല്ലേ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. ഇത് 1 കിലോഗ്രാം മാസും ഇത് 4 കിലോഗ്രാം മാസുമാണ് എങ്കിൽ അവർ അപ്രോച്ച് ചെയ്യുമായിരിക്കുന്നത്. അപ്പോൾ ഈ 1 കിലോഗ്രാമിനെ വലിക്കുന്നത് ഈ 4 കിലോഗ്രാം ഫോഴ്സാണ്. സോ അവിടുത്തെ ആക്സിലറേഷൻ എയുടെ ആക്സിലറേഷൻ ബൈ ബിയുടെ ആക്സിലറേഷൻ നമ്മൾ എഴുതുമ്പോൾ G × 4 ഡിവൈഡഡ് ബൈ R² ഡിവൈഡഡ് ബൈ G × 1 ഡിവൈഡഡ് ബൈ R². സോ നമ്മുടെ സോൾവ് ചെയ്യുമ്പോൾ 4:1 എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അടുത്തത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ് അല്ലേ. പ്ലാനറ്റ് മൂവ്സ് ഫാസ്റ്റർ വെൻ ഇറ്റ് ഈസ് ക്ലോസർ ടു ദ സൺ ഇൻ ഇറ്റ്സ് ഓർബിറ്റ് ആൻഡ് വൈസ് വേഴ്സ. ശരിയാണ്. ഏരിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഈസ് കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാം. ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുക. അതും കൂടി ഓർത്തിരുന്നോളൂ. dA/dt = L ഡിവൈഡഡ് ബൈ 2m ആണ്. ഓക്കെ, ലോ ഓഫ് ഏരിയ. അടുത്തത് എയും ബിയും സെയിം മെറ്റീരിയൽ ആണ്. The radius of A is twice that of radius of B ആണ്. They are structured by the same load ആണ്. സ്ട്രെസ് ആണ് വേണ്ടത്. സോ സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഏരിയ πr² എന്ന് കൊടുക്കാം. സോ നമുക്ക് രണ്ടാമത്തെ കേസിൽ F ഡിവൈഡഡ് ബൈ π × 2RB² ആണ് അല്ലേ. സോ സോൾവ് ചെയ്യുമ്പോൾ എത്ര ടൈംസ് എന്ന് കിട്ടും? സ്ട്രെസ് ഓൺ B ആണ് നമുക്ക് വേണ്ടത്. സോ സ്ട്രെസ് എ ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, സ്ട്രെസ് ഓൺ എ ഡിവൈഡഡ് ബൈ സ്ട്രെസ് ഓൺ ബി = RB 2RB² ഡിവൈഡഡ് ബൈ RB² ആണ്. സോ കട്ട് ചെയ്ത് കഴിയുമ്പോൾ 4 നമുക്ക് എന്നാ കിട്ടുക? RA² ഡിവൈഡഡ് ബൈ നമുക്ക് ദ റേഡിയസ് ഓഫ് എ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് റേഡിയസ് ഓഫ് ബി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഏരിയയുടെ സ്ഥാനത്ത് πr² എന്ന് കൊടുത്തു. സോ നമുക്ക് എ ഡിവൈഡഡ് ബൈ ബിയുടെ കേസിലുള്ള സ്ട്രെസ് എ ഡിവൈഡഡ് ബൈ ബി സ്ട്രെസ് ഓൺ എ ഡിവൈഡഡ് ബൈ സ്ട്രെസ് ഓൺ ബി ആണ് നമുക്ക് വേണ്ടത് അല്ലേ. സോ എഫ് ഡിവൈഡഡ് ബൈ എയുടെ കേസിൽ πr² എന്ന് വരും, ഡിവൈഡഡ് ബൈ ബിയുടെ കേസിൽ എഫ് ഡിവൈഡഡ് ബൈ π. ആറിൻ്റെ സ്ഥാനത്ത് എന്നാ വരിക? 2r എന്നാണ് വരിക. സോറി, ആദ്യത്തെ കേസിൽ നമുക്ക് എയുടെ കേസിലുള്ള റേഡിയസ് 2RB ആണ്. സോ 2r² ബിയുടെ കേസിലുള്ളത് πr² എന്ന് നമുക്ക് കൊടുക്കാം. സോ F/ഒക്കെ കട്ട് ചെയ്ത് പോയി നമുക്ക് 1/4 എന്ന ആൻസർ കിട്ടും. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ സ്ട്രെസ് B = 4 ടൈംസ് സ്ട്രെസ് ഓൺ എ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ അടുത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഹുക്സ് ലോ ഒബേ ചെയ്യുന്ന റീജിയൻ OA ആണ്. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് D ആണ്. ഫ്രാക്ചർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് E ആണ്. കംപ്രസിബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ നമുക്കറിയാം അല്ലേ. ബൾക്ക് മോഡുലസിൻ്റെ നേരെ തിരിച്ചെടുക്കുന്നതാണ് കംപ്രസിബിലിറ്റി. സോ ΔV/V ബൈ പ്രഷർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ പ്രഷറാണ്.
അടുത്തത് നമുക്കറിയാം എക്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു എഫ് ബൈ എ ആണ്. സോ നമുക്ക് വേണ്ടത് എഫ് ആണ്, ദാറ്റ് ഈസ് വൈ ഇൻറ്റു എ ആണ്. വൈയുടെ വാല്യൂ 2 × 10⁻11 ആണ്. ഏരിയ 10⁻1 സെൻറ്റിമീറ്റർ സ്ക്വയർ, ദാറ്റ് ഈസ് 10⁻⁻4 കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ 2 × 10⁻7 എന്ന് കിട്ടും. അടുത്തത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്ലാസ്റ്റിക് സബ്സ്റ്റൻസിൻ്റെ കേസിലാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ദേ ഹാവ് നോ ഗ്രോസ് ടെൻഡൻസി ടു റീഗെയിൻ ദെയർ ഒറിജിനൽ ഷേപ്പ്. പ്ലാസ്റ്റിക് സബ്സ്റ്റൻസാണ്, ഇലാസ്റ്റിക് അല്ല, പ്ലാസ്റ്റിക് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പെർമനൻ്റ്ലി ഡീഫോംഡ്, ഓക്കെ അല്ലേ, നമ്മൾ പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നൊന്നുമില്ല, പഴയ ഷേപ്പിലേക്കൊന്നും. സോ അതും കറക്റ്റാണ്. ദേ ഹാവ് ടെൻഡൻസി ടു റീഗെയിൻ ദെയർ ഒറിജിനൽ ഷേപ്പ് എന്നുള്ളത് തെറ്റാണ്. നോട്ട് പെർമനൻ്റ്ലി ഡീഫോംഡ് എന്നുള്ളതും തെറ്റാണ്. സോ 1ഉം 2ഉം നമ്മുടെ കറക്റ്റ് ആൻസേഴ്സാണ്. സോ ആൻസർ ഓപ്ഷൻ 2 വരും. സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്കുണ്ടായിരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, അപ്പം നമുക്ക് തെറ്റിപ്പോയ പാർട്ടുകളൊക്കെ ഒന്നും കൂടിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു. ഹായ് ചിൽഡ്രൻ, ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസൊക്കെ കെമിസ്ട്രിയുടെ ഈസി അല്ലായിരുന്നോ? ഇപ്പോൾ തുടങ്ങിയേക്കാം. ക്വസ്റ്റ്യൻസ് ടൈപ്പ് എങ്ങനെയായിരുന്നു, ഹൗ ടു സോൾവ് ഇറ്റ്, എന്തെങ്കിലും ഒരു ചെറിയ ഡൗട്ട് പേഴ്സിസ്റ്റ് ചെയ്യാന്നേ അത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ ആയി മാറും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത് 10 moles ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് എക്സ്പാൻഡഡ് അഡിയാബാറ്റിക്കലി. അത് ക്ലാസ്സിലും പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ആ വേർഡിങ് ശ്രദ്ധിക്കുക. അഡിയാബാറ്റിക്കലി Q ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു വാക്യൂം. വാക്യൂം എന്ന് പറയുന്നത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് U ആന്നു കണ്ടുപിടിക്കണ്ടേ. ഇപ്പം നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്, ഡെൽറ്റ U ഈക്വൽ Q പ്ലസ് W. പക്ഷെ ഇതൊക്കെ പോകണ്ടായിരുന്നല്ലോ. Q0, വർക്ക് ഡൺ 0. ഇൻ ദാറ്റ് കേസ് ഡെൽറ്റ U ഓൾസോ ഈസ് ഈക്വൽ ടു 0. So that was our first question. Delta U is equal to 0. Okay അല്ലേ? അടുത്ത 47th question again പറയുന്നത് 10 moles of an ideal gas compressed from 100 liter to 10 liter. ഇത് number of moles തന്നു, volume initial 100, volume final 10 liter. Reversibly at constant temperature of 27 കെൽവിനിലോട്ട് മാറ്റണേ. 273 പ്ലസ് 27 300 കെൽവിൻ. ഓക്കെ, ഇത്രയും ചെയ്ത് നോക്കിയപ്പോൾ അവസാനം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എൻട്രോപ്പി ചേഞ്ച് ഡ്യൂറിങ് ദ പ്രോസസ്. ടെമ്പറേച്ചർ വേണ്ടാലോ, സ്ട്രെയിറ്റ് അവേ നമുക്ക് ആ ഇക്വേഷനിലോട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ എൻട്രോപ്പി ചേഞ്ചിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? യെസ്, ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു 2.303 എൻ ആർ ലോഗ് വി ഫൈനൽ ബൈ വി ഇനീഷ്യൽ. ഇതിട്ടാൽ മതിയായിരുന്നല്ലോ, റൈറ്റ്? ഡയറക്ട്ലി റീച്ചിങ് ടു ദ ആൻസർ. ഇനി ഇത്രയും അറിയാമെങ്കിലും ചിലപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ തെറ്റിക്കല്ലേ. 2.303 നമ്പർ ഓഫ് മോൾസ് 10 പറഞ്ഞു. 6 ഇടേണ്ട ആവശ്യമില്ല, ഇവിടെ 6 തന്നെയാന്നു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓപ്ഷനും കൂടെ ഒന്ന് നോക്കിയാൽ മതി. ലോഗ് വി ഫൈനൽ ബൈ വി ഇനീഷ്യൽ, അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റാവുന്നത്. 10/100 എന്തേലും ഒരു തെറ്റ് പെർസിസ്റ്റ് ചെയ്യാന്ന് അവിടെയാണ്. വി ഇനീഷ്യൽ 100 വി ഫൈനൽ 10. 0 ക്യാൻസൽ ചെയ്തു, 10 മേളിലോട്ട് കയറി വരികയല്ലേ. 2.303 ഇൻറ്റു 10 ഇൻറ്റു ആർ ലോഗ് 10 raised to -1, റൈറ്റ്? സോ ദാറ്റ് വിൽ ബി ലോഗ് 10 ആണെന്നല്ലോ. ആ മൈനസ് അല്ലേ താഴെ വരുന്നേ. ഫുള്ള് സ്റ്റെപ്സ് എടുക്കുകയാണേ. 2.303 ഇത്രയൊന്നും വേണ്ട, നമ്മൾ ഡയറക്റ്റ് എടുത്താൽ മതിയായിരുന്നു. -1 log 10 and log 10 is 1. ആ മൈനസ് അവിടെ നിലനിൽക്കുന്നില്ലേ. സോ ദാറ്റ് വിൽ ബി -23.03 R and that's our ആൻസർ. അപ്പം നമ്മുടെ ആൻസർ ഏതായിരുന്നു? 4th one അല്ലേ, റൈറ്റ്? അപ്പോൾ ഇവിടെ തെറ്റിക്കാവുന്ന സ്ഥലം ഇനീഷ്യൽ ഫൈനൽ ലോ, പിന്നെ ആ ഇക്വേഷൻ ഓർത്ത് വെക്കാമെന്നു മെയിൻ.
ഓക്കെ അല്ലേ? ഫൈൻ. സോ ആരെങ്കിലും ഒക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് പിന്നെയും ചെയ്ത് നോക്കണേ. കമ്മിങ് ടു ദ 48th. അഗെയിൻ നല്ല ഒരു റേഞ്ചുള്ള ക്വസ്റ്റ്യനാ. ഫോർ ദ റിയാക്ഷൻ A2 ലിക്വിഡ് ഗിവ്സ് 2A gaseous. ഡെൽറ്റ യു ശ്രദ്ധിക്കണം, കിലോ കാലറി. ഡെൽറ്റ എസ് കാലറി. നമ്മുടെ ഓപ്ഷൻ തന്നിരിക്കുന്ന കിലോ കാലറി. അപ്പോൾ ഉറപ്പായിട്ട് ആദ്യമേ എടുത്ത് ഡെൽറ്റ എസിനെ കിലോ കാലറി ആക്കി മാറ്റുക. 10 ഇൻറ്റു കിലോ കാലറി ആക്കി മാറ്റണമെങ്കിൽ 10⁻³ ഇത് മറന്നു പോയാൽ കഴിഞ്ഞു, ആൻസർ പോയി. റൈറ്റ്? സോ 10 ഇൻറ്റു 10⁻³ കിലോ കാലറി. ആൻഡ് നൗ ജസ്റ്റ് ഗോ ഫോർ ഏതാണോ നമ്മൾ എടുക്കാവുന്നത്. ഡെൽറ്റ ജി ആ ചോദിച്ചിരിക്കുന്നത്. ഡെൽറ്റ ജി ഈക്വൽ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ അറിയാം, ടി അറിയാം, ഡെൽറ്റ എസ് അറിയാം, ഡെൽറ്റ എച്ച് അറിയത്തില്ല, യു അറിയാമെന്ന്. അപ്പോൾ ഡെൽറ്റ എച്ചിനെ ഒന്നുകൂടെ പൊട്ടിക്കുക, അല്ല ഡയറക്റ്റ് ഇടാൻ അറിയില്ലേ മാറി ഇത് സോൾവ് ചെയ്യുക. ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഡെൽറ്റ യു 2 കിലോ കാലറി, എൻ ജി നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റഡ്. 2 മാത്രം എടുത്താൽ മതി. A2 ലിക്വിഡ് അല്ലേ, എടുക്കല്ലേ, അവിടെ തെറ്റിപ്പോവാം. പിന്നെ 2A gaseous, 2 നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് 2, ലിക്വിഡ് എടുക്കണ്ടല്ലോ, അപ്പോൾ ഡെൽറ്റ എൻ ജി 2 മതി. ദെൻ ആർ വാല്യൂ അഗെയിൻ ഡിസൈഡിങ് കിലോ കാലറി. അപ്പോൾ കിലോ കാലറിയുടെ ആർ വാല്യൂ 8.314 കിലോ കാലറി. കാലറി വരുമ്പോൾ 2 ഇൻറ്റു കിലോ എന്ന് പറയുന്നത് 10⁻³ ഓക്കെ. 8.314 ജൂൾസിനകത്ത് ഇടുന്നത്. ആർ എന്ന് പറയുന്നത് ഇവിടെ കിലോ കാലറിയാണ്, കാലറി ആയതുകൊണ്ട് 2 ഇൻറ്റു 10⁻³ ടെമ്പറേച്ചർ വരുന്നത് 300. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ നമുക്ക് ഇവിടെ ഇടാമല്ലോ. 2 + 2 2s are 4, 4 3s are 1200 into 10⁻³ right? Just solve it. Delta Ng 2 into 2 into 3. That will be 1200 into 10⁻³ ആ വാല്യൂ ഇങ്ങോട്ട് സോൾവ് ചെയ്തിടുക. ആൻഡ് ബാക്കിയുള്ളത് ഡെൽറ്റ ജി ഈക്വൽ ഡെൽറ്റ എച്ച് ഇവിടെ നിന്ന് കിട്ടുന്ന വാല്യൂ. ടെമ്പറേച്ചർ നമ്മൾ 300 കൊടുക്കുക. ഡെൽറ്റ എസ് എന്ന് പറയുന്നത് നമ്മുടെ 10 ഇൻറ്റു 10⁻³ 10 ഇൻറ്റു 10⁻³ കംപ്ലീറ്റ് പോയില്ലേ. സോ ദാറ്റ് വിൽ ബി -3 റൈറ്റ്. ബാക്കി അവിടെ നിന്ന് സോൾവ് ചെയ്തൊക്കെ ചെയ്യാമല്ലോ, ഫുള്ള് കാൽക്കുലേഷൻ പറയണ്ട. വാട്ട് ഈസ് അവർ ആൻസർ? 0.2 ഇത്രയും ചെയ്യാമല്ലോ. ബാക്കിയുള്ളത് ജസ്റ്റ് ഇവിടെ നിന്ന് സോൾവ് ചെയ്ത് കൊണ്ടുവരിക. ആൻസർ ഇവിടെ ഇട്ടാൽ മതി. ഇപ്പോൾ 1.2 ഓർ അതർവൈസ് ലെറ്റ് ഇറ്റ് ബി കംപ്ലീറ്റ് നമുക്കൊന്ന് ചെയ്തേക്കാം. 2 + 1.2 ദാറ്റ് വിൽ ബി സിമ്പിൾ കാൽക്കുലേഷൻ 3.2. 3.2 - 3 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.2 കിലോ കാലറി റൈറ്റ്. അല്ലെങ്കിലും കൂടുതൽ ഇങ്ങനെ കാൽക്കുലേഷൻ ഒക്കെ പഠിഞ്ഞ് ബോറടിക്കേണ്ട, കാൽക്കുലേഷൻ നമ്മൾ തന്നെ നോക്കുക റൈറ്റ്. കാരണം ഓൺലൈൻ ക്ലാസ്സിൽ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് ഒരു ബോറടിയൊക്കെ വരും ഇങ്ങനെ കേട്ടോണ്ടിരുന്നാൽ. പിന്നെ തമാശ നമുക്ക് പറയാനൊക്കില്ല. വി ഹാവ് ഓൺലി 20 minutes there. കറക്റ്റ് അല്ലേ? സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് എക്സ്പ്രഷൻ. ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്ത് പറഞ്ഞ ഒരു ചോദ്യം കൂടിയാന്നു. കറക്റ്റായിട്ട് നോക്കിയാലേ കിട്ടുള്ളൂ കറക്റ്റ് എക്സ്പ്രഷൻ. ഡെൽറ്റ ജി ഇക്വിലിബ്രിയമില്ല, അതുകൊണ്ട് ഇത് തെറ്റാം. പിന്നെ വരുന്നത് ആർ ടി ഇൻറ്റിഗ്രൽ വന്നു 2.303 ഇട്ട്. ഇവിടെ അഗെയിൻ ഡെൽറ്റ ജി 0 ഇല്ല. സോ ഒബ്വിയസ്ലി നമ്മുടെ ആൻസർ ഡെൽറ്റ ജി 0 ഈക്വൽ -2.303 ആർ ടി ലോഗ് കെ സി. ആൻഡ് ദാറ്റ് വിൽ ബി അവർ 4th one. കറക്റ്റ് അല്ലേ റൈറ്റ്? അപ്പോൾ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി 2.303 ആർ ടി ലോഗ് കെ സി റൈറ്റ്. അപ്പോൾ നെക്സ്റ്റ് വണ്ണിലോട്ട് വന്നേക്കാം ക്വസ്റ്റ്യൻ റൈറ്റ്. ദാറ്റ് വാസ് 49th one. 50th one ഇതും പറഞ്ഞതാ, ഡയറക്റ്റ് എടുക്കേണ്ട രീതി പറഞ്ഞതാ. കെ എ എന്ന് പറയുന്നത്
10⁻⁻4 ആണെന്നേ കെ ബി എത്രയായിരിക്കും മക്കളെ? 4 കൂടെ ഒരു 10 കൂടെ ചേർത്താൽ 14. ഇപ്പം 14 അല്ലേ നമ്മുടെ വേണ്ട ആൻസർ. ടോട്ടൽ കെ ഇൻറ്റു കെ ബി ഈസ് ഈക്വൽ ടു കെ ഡബ്ല്യു. കെ ഡബ്ല്യു ഈസ് 14. അപ്പോൾ ആ 14 വരണമെങ്കിൽ ദിസ് ഷുഡ് ബി 10⁻⁻10, റൈറ്റ്? പിന്നെ ചോദിച്ചിരിക്കുന്നവർ പി കെ ബി. കെ ബി ഇത്രയാ. അപ്പോൾ പി കെ ബി എന്ന് പറയുന്നത് 10. അപ്പോൾ കുറേ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. കെ 4 ആയാൽ കെ ബി ബാക്കി 14 വരുന്ന അത്ര എടുത്താൽ മതി. സോ ദാറ്റ് ഈസ് റൈറ്റ്, ഓപ്ഷൻ 4. സോ കേസ് നമ്പർ 51 ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനാ. സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആണ് നമുക്കിവിടെ ടൈം ടാലി ചെയ്യാനുള്ള ക്വസ്റ്റ്യന്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എഫക്ട്സ് ദ വാല്യൂ ഓഫ് എഫക്ട്സ് ദ വാല്യൂ. വേർഡിങ് കൃത്യമായിട്ട് നോക്കണ്ടേ. എഫക്റ്റ് ചെയ്യുന്ന ഏതാ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡഡ് അല്ല. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡിപ്പെൻഡഡാ. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ബാക്കി രണ്ടും ഇല്ലല്ലോ, റൈറ്റ്? സോ ഡിറക്റ്റ് ആൻസർ. 52 നമ്മുടെ റിഡോക്സിന്ന് ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ? അപ്പോൾ ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. കാർബണിൻ്റെ ചേഞ്ചസ്. ഈ കാർബണിൻ്റെ നിങ്ങൾക്കറിയാം CO2 x -2 × 2 = 0, x = 4. സോ ദിസ് ഈസ് 4. ഈ കാർബണിൻ്റെ നമുക്കൊന്ന് നോക്കിയേക്കാം. എത്രയാണ്? C6H6. H അറിയാം, ഇവരുടെ കൂടെ വരുന്നതുകൊണ്ട് പോസിറ്റീവാണ്. 6x + 6 ഈസ് ഈക്വൽ ടു 0. സോ 6x = -6, x = -1, റൈറ്റ്? x ഈസ് ഈക്വൽ ടു -1. അപ്പോൾ എന്താ ചേഞ്ച് എന്ന് പറയുന്നത്? -1 to +4 അല്ലേ? And that was our answer. Next, 53. ഏതാ കെ പി ഗ്രേറ്റർ ദാൻ കെ സി? ഒറ്റ കണ്ടീഷൻ. ഡെൽറ്റ എൻ ജി. എൻ പ്രൊഡക്റ്റ് മൈനസ് റിയാക്ടൻ. പ്രൊഡക്റ്റ് കൂടുമ്പോൾ കെ പി വാല്യൂ കൂടും. അപ്പോൾ പ്രൊഡക്റ്റ് കൂടുന്നത് നോക്കിയാൽ മതിയല്ലോ. ഇത് സെയിമാ, വരത്തില്ല. 3 + 1 4. പ്രൊഡക്റ്റ് കൂടുതലായി. സോ ഒബ്വിയസ്ലി ദിസ് ഷുഡ് ബി അവർ ആൻസർ. ഈസി അല്ലായിരുന്നു? ഇതൊക്കെ ടൈം കുറവെടുക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ വരുമ്പോൾ നമുക്ക് കെ സി കൂടും, കാരണം പ്രൊഡക്റ്റ് കുറവാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് കുറവാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് എഗെയിൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് കുറവാണ്. പിന്നെ ശ്രദ്ധിക്കുക, ഗേഷ്യസ് മാത്രമേ എടുക്കാവൂ. ഡെൽറ്റ എൻ ജി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തയിലോട്ട് നീങ്ങിയേക്കാം. 54. ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂസ് തന്നിട്ടുണ്ട്. മാക്സിമം മിനിമം റെഡ്യൂസിങ് പവർ. മാക്സിമം എന്ന് പറയുന്നത് മോസ്റ്റ് നെഗറ്റീവ് ആളെ എടുത്തു. മിനിമം എന്ന് പറയുന്നത് ലീസ്റ്റ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഉള്ള ആളെ എടുത്തു. ലീസ്റ്റ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്, അതാ ഹിൻഡ്. മാക്സിമം റെഡ്യൂസിങ് പവർ മാക്സിമം നെഗറ്റീവ്. minimum reducing power least negative or positive, and that is obviously ഏറ്റവും കൂടുതൽ maximum value വരുന്ന ഇതാ and minimum value വരുന്ന ഇതാ, that is aluminium and silver. Next ലോട്ട് എക്സാമ്പിൾ ഓഫ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഒറ്റ ഇൻസ്റ്റൻറ്റ് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ തെറ്റിക്കും, കാരണം H2O2 പല പ്രാവശ്യം H2O2 gives H2O + O2 പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇതല്ല, ഇവിടെ O 2 പ്രാവശ്യം ഉണ്ട്. സോ ദിസ് കനോട്ട് ബി റൈറ്റ്. അപ്പോൾ അടുത്തത് നിങ്ങൾ ടെസ്റ്റ് പോലും ചെയ്യാതെ K ഇല്ല, Cl 2 പ്രാവശ്യം ഇല്ല, O ഇല്ല, H ഇതും ഇല്ല. പക്ഷേ ഇവിടെ ഫോസ്ഫറസ് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ. ആൻഡ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇത് -3യും ഇത് നമ്മൾ വേണേൽ കാൽക്കുലേറ്റ് ചെയ്യാം. 1 വരുന്നേ, -4 = -1. സോ x = -1 ആൻഡ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് x -2 ആയിരുന്നു, -2 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് +2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ P0 എലിമെൻ്റൽ സ്റ്റേറ്റ് 0 to -3 റിഡക്ഷൻ, 0 to 1
ഓക്സിഡേഷൻ. അതല്ലേ വരണ്ടേ എക്സാമ്പിൾ. ഇപ്പോൾ റിയാക്ടൻറ്റ് സൈഡിൽ ഒരു പ്രാവശ്യം, പ്രൊഡക്റ്റ് സൈഡിൽ അത് 2 പ്രാവശ്യം അപ്പിയർ ചെയ്യുന്നു. ഒന്ന് ഓക്സിഡേഷൻ ചെയ്യുന്നു, അതേ എലിമെൻ്റ് തന്നെ റിഡക്ഷനും ചെയ്യുന്നു. കം ടു ദ നെക്സ്റ്റ് 56. ഇത് കുറച്ച് ഒരു ടൈം എടുത്ത് സോൾവ് ചെയ്യേണ്ട ഒരു മിനിറ്റ് 1.5 മിനിറ്റോട് പോകും. അപ്പോൾ ബാക്കിയുള്ള സമയം നമ്മൾ ടാലി ചെയ്യുക ചില ഓറൽ ക്വസ്റ്റ്യൻ. കാൽഷ്യം ഫ്ലോറൈഡിൻ്റെ സോള്യൂബിലിറ്റി തന്നു, പക്ഷേ ഗ്രാമിലാണ് തന്നെ, മോൾസ് ഇല്ലാതെ നമുക്കൊക്കത്തില്ല. സോ ആദ്യം അതിനെ മോൾസിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കൺവേർട്ട് ടു മോൾസ്. കൺവേർട്ട് ടു മോൾസ്. ആ മോൾസിൽ കൺവേർട്ട് ചെയ്യുന്ന ഗിവൻ മാസ് ബൈ മോളാർ മാസ്. അത് നമുക്ക് പാടില്ല, കാരണം കാൽഷ്യം ഫ്ലോറിൻ രണ്ടും തന്നിട്ടുണ്ട്. CaF2 കാൽഷ്യത്തിന് 40, ഫ്ലോറിൻ്റെ 19 2s are 38, ദാറ്റ് ഈസ് 78 മോൾസിലാക്കി. ഇനിയും മൊളാരിറ്റി കണ്ടുപിടിക്കാമല്ലോ. മൊളാരിറ്റി 1.56 ഇൻറ്റു 10⁻³ ബൈ 78. വോള്യൂം അവിടെ എടുത്ത് പറയുന്നുണ്ട്. വോള്യൂം അവർ തന്നിരിക്കുന്ന 100 ml. സോ 100 ഗിവൻ വോള്യൂം, പക്ഷെ അത് ലീറ്ററിലോട്ട് മാറ്റുക. കൺവേർട്ട് ടു ലീറ്റർ. ക്യാൻസൽ. 78 2s 78 അല്ല, ഇങ്ങനെ ഇരിക്കും 2. എന്നിട്ട് ഇതിൻ്റെ മാറ്റി നമുക്ക് 10⁻³ ആക്കിയേക്കാമേ. അപ്പോൾ 2 ഇൻറ്റു ഈ ഡെസിമൽ മാറ്റാൻ 10⁻², 10⁻³ ആൻഡ് ഒരു 10. സോ ദാറ്റ് ബിക്കംസ് 2 ഇൻറ്റു 10⁻⁻⁴ മോൾസ് പെർ ലിറ്റർ ആക്കിയല്ലോ. കഴിഞ്ഞില്ല. ഇനി അടുത്തത് സോളിബിലിറ്റി പ്രൊഡക്റ്റ് ഓഫ് CaF2 വരണം. സോ ദാറ്റ്സ് ദ തേർഡ് സ്റ്റെപ്പ്. CaF2 ഇത് അവസാനത്തെ സ്റ്റെപ്പിൽ എഴുതുമ്പോൾ CaF2 Ca2 പ്ലസ് 2 times F മൈനസ്. അപ്പോൾ ഇത് ചെയ്ത് നോക്കണ്ടേ. കാൽഷ്യത്തിൻ്റെ S ഇടുക, ഫ്ലോറിൻ്റെ S². അപ്പം നമുക്ക് ഈ രണ്ടിൻ്റെയും നമ്പർ ഓഫ് മോൾസ് അറിയണ്ടേ. അപ്പം കാൽഷ്യത്തിൻ്റെ Ca2 പ്ലസ് ഡയറക്റ്റ് 2 ഇൻറ്റു 10⁻⁻⁴ മോൾസ് പെർ ലിറ്റർ എഴുതുന്നില്ല. ഫ്ലോറിൻ്റെ വരുമ്പോൾ ഇത് 2s അല്ലേ ഇവിടെ ചേർക്കണ്ടേ. S² ഓക്കെ, അത് നമ്മൾ ഫൈനൽ. ഇത് വന്നിട്ട് S കണ്ടുപിടിക്കുക, ഇത് വന്നിട്ട് 2s നമുക്ക് വേണം, കാരണം 2s ദാറ്റ്സ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ്. അപ്പോൾ ഫ്ലോറിൻ 2s വേണം. 2 ഇൻറ്റു 10⁻⁻⁴ ആൻഡ് ദാറ്റ് വിൽ ബി 4 ഇൻറ്റു 10⁻⁻⁴. ഇത്രയും മതി. S എടുത്തു, 2 ഇൻറ്റു 10⁻⁻⁴, ഇവിടെ 4 ഇൻറ്റു 10⁻⁻⁴ ദ ഹോൾ സ്ക്വയർ. കാരണം ഇത് 2s ആ 2 ഇട്ട് കൊടുത്ത. ഇനി അടുത്ത നിങ്ങൾ വലിയ സോൾവ് ഒന്നും ചെയ്യണ്ട. 4 4 16 സ്ക്വയർ അല്ലേ. 4 4 16, 16 2s 32. അപ്പോൾ ഡയറക്റ്റ് ആൻസർ കിട്ടിയില്ലേ. നമ്മുടെ 10⁻, അതൊക്കെ അടുത്തൊന്നും അല്ല. അപ്പോൾ ഡയറക്റ്റ് ആൻസറിലോട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റിന് ചെറിയ ടൈം എടുക്കുന്നത് കൺവേർട്ട് ടു മോൾസ് പെർ ലിറ്റർ. പിന്നെ CaF2 ഇവിടെ തന്നെ വേണേൽ സ്പ്ലിറ്റ് ചെയ്തോ. ഇതിൻ്റെ S², കാൽഷ്യത്തിൻ്റെ S, ഫ്ലോറിൻ്റെ 2s. കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് KSPനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആരുടെയൊക്കെ ഇത് തെറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ട്, ഡു സോൾവ് ഇറ്റ് അഗെയിൻ. ഇതാ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് ആൻഡ് ദെൻ ദ ഫൈനൽ സ്റ്റെപ്പ്. അപ്പോൾ ഈ ഒരെണ്ണത്തിന് മാത്രമേ ഉള്ളൂ ഒരു ചെറിയ റേഞ്ച് ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ട്. 57 ക്വൈറ്റ് ഈസി അല്ലേ. നേരെ നമുക്ക് ആൻസറിലോട്ട് പറയാം. AgBr, AgS, BRS 2. സോ ദാറ്റ് വിൽ ബി S². Hg2Cl2 എക്സെപ്ഷണൽ കേസ് എപ്പോഴും പറയാറുള്ളതാ, റൈറ്റ്. എക്സെപ്ഷണൽ കേസ് ദാറ്റ് വിൽ ബി 4s³. AlOH thrice സ്പ്ലിറ്റ് ചെയ്യുക, 3³ 27 S⁴. കാൽഷ്യം ഫോസ്ഫേറ്റ് 108 S⁴.
ഓൾ ടുഗെദർ മാച്ച് ചെയ്യുന്നത് ഫസ്റ്റ് ഒരെണ്ണം ചെയ്താൽ മതിയായിരുന്നു, അപ്പോഴേ കിട്ടി. AGBR ചെയ്താൽ മതിയല്ലോ, യു ഗെറ്റ് ദ ഓപ്ഷൻ 2. അപ്പോൾ എല്ലാം ചെയ്ത് നോക്കണം എന്ന് പോലും അവിടെ ആവശ്യമില്ലായിരുന്നു. സോ BA ഗോസ് ഫോർ, ഒന്ന് തെറ്റിപ്പോയി ആൻസർ. ഓക്കെ, ലെറ്റ്സ് ഫുള്ളി ഇറേസ് ചെയ്യുന്നില്ല. ഓക്കെ, സോറി, A ഗോസ് ഫോർ 3 അല്ലേ? റൈറ്റ്, ആ ഫസ്റ്റ് വൺ. അപ്പോൾ A ഗോസ് ഫോർ 3. ഇപ്പം നോക്കിയിട്ടേ ഇത്രയും കറക്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തെറ്റിക്കല്ലേ. A ഗോസ് ഫോർ 3, B ഗോസ് ഫോർ 2, C ഗോസ് ഫോർ 1 ആൻഡ് D ഗോസ് ഫോർ 4 ആൻഡ് ദാറ്റ്സ് ഓപ്ഷൻ 3. ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴും ചിലപ്പോൾ താഴോട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് വന്നിരിക്കണേ. സോ 57, ഓക്കെ, ദാറ്റ് വാസ് 3. ഈസ് ഇറ്റ് ക്ലിയർ? നമ്മൾ ചെയ്യും എന്നിട്ട് പോലും നമ്മൾ എടുത്ത് എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റിക്കുന്ന രീതി ഇതാ. അടുത്ത ഇതും വെൽ ഇനഫ് അവെയർ ആയിട്ടുള്ള കാര്യമാണ്. KA ഫോർ HX തന്നു. HX സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ H പ്ലസ് എക്സ് മൈനസ് 10⁻⁻5 1. ഓക്കെ, ഇഷ്ടമുള്ള എടുത്താൽ മതി 1. രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ കിട്ടി. ഇനി അവർ ചോദിക്കുക ഹൈഡ്രോലൈസിസ് കോൺസ്റ്റൻറ്റ് ഓഫ് NaX. ഹൈഡ്രോലൈസിസ് കോൺസ്റ്റൻറ്റ് ഓഫ് ദാറ്റ് ഈസ് KH. Na പ്ലസ് എക്സ് മൈനസ്. ഇനി KHൻ്റെ സ്ഥലത്ത് നിങ്ങൾ KC ഇട്ടോ, ഒരു കുഴപ്പമില്ല, കാണുന്നില്ല. ഇതാ കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്കറിയാം. കോൺസെൻട്രേഷൻ രണ്ടിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്യല്ലേ. ഇനി എന്നേയും തന്നിട്ടില്ല, എക്സും തന്നിട്ടില്ല. അപ്പം നോക്കാം, മേളിൽ നിന്ന് എക്സ് ഉണ്ടല്ലോ, 10⁻⁻5. അപ്പോൾ ഇവിടെയും എന്താ വരിക? 10⁻⁻5. സെൻഡ് ഇറ്റ്. എക്സ് 10 ഇവിടെയും വരുമ്പോൾ എത്രയാ വരിക? Na പ്ലസ് ആൻഡ് എക്സ് മൈനസ്. റൈറ്റ്, ഹൈഡ്രോലൈസിസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ചെറിയൊരു ഓക്കെ, ഹൈഡ്രോലൈസിസ് കോൺസ്റ്റൻറ്റ് HX കിട്ടി, NaX നമ്മൾ കണ്ടുപിടിക്കുക. ചെറിയൊരു കാര്യമുള്ളൂ, 5 ഇല്ലേ, ടോട്ടൽ 14 അടിച്ചാൽ മതി. ടോട്ടൽ 14 വരുന്നത് ഏതാ? ടോട്ടൽ 14 വരുന്നത് ഏതാ? അതൊന്ന് നോക്കിയാൽ മതിയല്ലോ. -9. ഇപ്പോൾ അവിടെ KA, ഒരു വർഷം കൂടെ ഇങ്ക് കളർ ഒന്ന് മാറ്റുക. നമുക്ക് KA പറഞ്ഞു, KA അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇങ്ങനെയും വരുന്നുണ്ട്. KA HX 3 കോൺസ്റ്റൻറ്റ് NaX ചോദിച്ചിരിക്കുന്ന ടോട്ടൽ 14 അടിക്കുന്ന രീതിയിൽ പോയാൽ മതി. ടോട്ടൽ 14. അപ്പോൾ ആ ഒരു രീതിയിൽ 2 ടൈപ്പ് ഉണ്ട് പ്രോബ്ലം. ആ ഒരു രീതി വന്നില്ല, ഗോ ഫോർ ദ നെക്സ്റ്റ് വേർഷൻ. സോ ടോട്ടൽ 9 + 5 ദാറ്റ് വിൽ ബി 14. ടോട്ടൽ 9 + 5 ദാറ്റ് വിൽ ബി 14. നമ്മുടെ ആ NaX ഫോർമാറ്റ് വരുമ്പോൾ നമ്മൾ KSPയുടെ രീതിയിൽ, അത് കുഴപ്പമില്ല. പക്ഷേ ആ ഒരു ഫോക്കസ് ചെയ്തപ്പോൾ തന്നെ ആ ആൻസർ ഇല്ല. ഗോ ഫോർ ദ നെക്സ്റ്റ് ഓപ്ഷൻ. KA HX തന്നിട്ടുണ്ട് 10⁻⁻5. NaX ചെയ്യുമ്പോൾ ടോട്ടൽ 14 ആ രീതിയിൽ വന്നാൽ മതി. ഇസ് ഇറ്റ് ഓക്കെ? അടുത്തയിലോട്ട് നീങ്ങിയേക്കാം. 59 സ്ട്രേറ്റ് അവേ ആൻസർ ചെയ്താലോ. പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് അറ്റ് കാത്തോഡ് ഡ്യൂറിങ് ഇലക്ട്രോലൈസിസ് ഓഫ് aqueous NaCl സൊല്യൂഷൻ. aqueous NaCl നേരെ ആൻസറിലോട്ട് പോവുക. കൂടുതൽ ഡിവിഷനോ അങ്ങനെ ഒന്നും പറയുന്നില്ല. കാത്തോഡിൽ ലിബറേറ്റ് ചെയ്യുന്ന ഹൈഡ്രജൻ. അപ്പോൾ അതിന് നമ്മൾ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നില്ല. 1-2 നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണെന്ന് ആൻസർ വരിക. നെക്സ്റ്റ് അഗെയിൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ കാറ്റലിസ്റ്റ്. ഇറ്റ് ഡസ് നോട്ട് ഓൾട്ടർ ഗിബ്സ് ഫ്രീ എനർജി. ഗിബ്സ് ഫ്രീ എനർജി ഓൾട്ടർ ചെയ്യുന്നില്ല. It does not change the equilibrium constant of the reaction. Correct? It lowers the value of activation energy. Correct? It catalyzes the forward reaction more than backward. Theta. It catalyzes the forward more alla. Right? Catalyzes forward reaction more. അങ്ങനെ ഒക്കത്തില്ലല്ലോ ഇക്വിലിബ്രിയമിൽ. കാരണം റേറ്റ് ഓഫ് ഫോർവേഡ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ്. അതാന്നു ഇക്വിലിബ്രിയം. റൈറ്റ്? ആൻഡ് കാറ്റലിസ്റ്റ് ഡസ് നോട്ട് എഫക്റ്റ് ദ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. കാറ്റലിസ്റ്റ് ഇഫക്റ്റ് ചെയ്യത്തില്ല. സോ ദാറ്റ്സ് ദ ഫോർത്ത് വൺ. 61 molar conductivity of 0.1 molar aqueous
സൊല്യൂഷൻ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് തന്നിട്ടുണ്ട്, മൊലാർ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി കെ ഓഫ് ദ സൊല്യൂഷനാ വേണ്ടേ. മൊലാർ കണ്ടക്ടിവിറ്റി കെ സെൻറ്റിമീറ്ററാണ്, റൈറ്റ്, ഇൻറ്റു 1000 ബൈ മൊളാരിറ്റി എടുക്കാമല്ലോ, റൈറ്റ്. മൊളാർ കണ്ടക്ടിവിറ്റി ഓഫ് 1 molar സൊല്യൂഷൻ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ഈസ് ഗിവൻ. കണ്ടക്ടിവിറ്റി കെ ഓഫ് ദ സൊല്യൂഷനാ, ഇതാണല്ലോ ഇക്വേഷൻ. മൊലാർ കണ്ടക്ടിവിറ്റി 117.2 കെ ഇൻറ്റു കെ ആ കണ്ടുപിടിക്കേണ്ട 1000 ബൈ മൊളാരിറ്റി ഈസ് 1. സിമ്പിൾ തിങ്. സോ ദാറ്റ് മീൻസ് കെ ഈസ് ഈക്വൽ ടു 117.2 ഡിവൈഡഡ് ബൈ 1000 and that will be 0.1172, right. That's our third option, right. That's our third option, 0.1172. clear. അപ്പോൾ കാൽക്കുലേഷൻ വലിയ 3 ഡെസിമൽ ചാടിയതാണ് ഇവിടുന്ന് 1 2 3, റൈറ്റ്. സോ ഈസിയുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അഗെയിൻ ചോദിച്ചു വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ. ചേഞ്ച് ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ കാർബണിൻ്റെ വന്നിരിക്കുന്നത് ഓക്സിജൻ -2 ആ കാർബൺ +2. കാർബൺ ഡയോക്സൈഡിലോട്ട് പോകുമ്പോൾ +4. സോ വാട്ട്സ് ദ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ചേഞ്ച് അല്ല, ഏതിന്ന് ഏതിലോട്ട് പോയി അത് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് +2 to +4, റൈറ്റ്. So we are moving to 63rd one. Oxidation state of bromine in tribromo octaoxide. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കണ്ടേ. അപ്പോൾ സ്ട്രക്ചർ വരച്ച് നമുക്ക് ഓൾറെഡി ഇത് വേറെ ടെക്സ്റ്റ് NCERT ടെക്സ്റ്റിലും ഇതിൻ്റെ സ്ട്രക്ചറുണ്ട്. ഡബിൾ ബോണ്ടോ ഇത് ഒരു രീതിയുണ്ട് വരയ്ക്കാൻ. അല്ലെങ്കിൽ ക്ലാസ്സിൽ പറഞ്ഞ ആ ഒരു ടൈപ്പിൽ ഒന്നും നോക്കിയാൽ മതി. 2 3 എണ്ണേ ഉള്ളൂ. അപ്പോൾ നമ്മളത് വരച്ച് പഠിച്ചാലും ഓക്കെയാണ്. ബ്രോമിൻ്റെ അടുത്തോട്ട് വരുന്ന ബോൺസ് 1 2 3 4 5 6. ബ്രോമിൻ്റെ അടുത്തോട്ട് വരുന്ന ബോൺസ് 4. ബ്രോമിൻ്റെ അടുത്തോട്ട് വരുന്ന ബോൺസ് 6. സോ വാട്ട് ആർ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഇറ്റ് വിൽ ബി +4 ആൻഡ് +6. ദാറ്റ് ഈസ് അവർ ഫോർത്ത് ഓപ്ഷൻ. ചിലപ്പോൾ ഓപ്ഷൻ മാർക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. +4 +6. അപ്പോൾ സൈഡിൽ എഴുതുന്നുണ്ട്. എന്തായാലും ഓപ്ഷൻസ് കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ദ റിഡോക്സ് റിയാക്ഷൻ ഏതേലും ഒരെണ്ണം കിട്ടിയാൽ പോലും നമുക്ക് ആൻസർ ആവും. അപ്പോൾ ആ ബാലൻസിൻ്റെ ആ ഒരു ടൈപ്പിലോട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഫൈൻഡ് ദ ചേഞ്ച്. 6 to 3 ചേഞ്ച് ഈസ് ബൈ 3 multiply by number of atoms. Find the change in oxidation state. Change multiply by number of atoms on the reactant side. Sulfur oxidation state കണ്ടുപിടിച്ചു. Find the change is by 2. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് as usual, okay. Find the change in oxidation state. Number of atom ഉണ്ട്, അത് മൾട്ടിപ്ലൈ ചെയ്യുക. റെഡ്യൂസ് ദ റേഷ്യോ 2 1s 2 3s 2 1s 2 3s. അപ്പോൾ 1ഉം 3ഉം ഇൻ്റർചേഞ്ച് ചെയ്താൽ മതിയല്ലോ. ഇത്രയും കഴിഞ്ഞ് നമ്മൾ ആൻസറിലോട്ട് നോക്കും കേട്ടോ. ഇത് 1 ഇത് 3. നോക്കിക്കേ, ക്രോമിയം 1, സൾഫേറ്റ് 3. ഇനി ബാക്കിയുള്ള ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പ്രാക്ടീസ് സെക്ഷന് വല്ലതും ചെയ്യുക, അല്ലാതെ നേരിട്ട് ആൻസറിലോട്ട് വന്നല്ലോ. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഫോർ ഗെറ്റിംഗ് ദിസ്. ജസ്റ്റ് 1ഉം 3ഉം കിട്ടിക്കഴിഞ്ഞാൽ നേരെ അപ്ലൈ ചെയ്തോളൂ. 65 ഇതിനകത്തുനിന്ന് ഏതിനാ മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ്? അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് ക്വിക്നെസ്സിന് വേണ്ടിയിട്ടാണ് പ്രാക്ടീസ്. 4 + 2x - 5 2s 10 = 0. 2x ഈസ് ഈക്വൽ ടു 6, x ഈക്വൽ 3. കാരണം ഏത് വേണേലും വരാം, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താലേ ഒക്കുള്ളൂ. 4 + 2x - 12 = 0. സോ 2x ഈസ് ഈക്വൽ ടു 8, x ഈസ് ഈക്വൽ ടു 4. 4 പ്ലസ് ഓക്കെ ഇവിടെ തന്നെ എഴുതിയേക്കാം. 4 + 2x - 14 = 0.
2x is equal to 10, x is equal to 5. 3 plus x minus 4 equals 0. ഇത് പിന്നെ ഇനിയും ചെയ്യണ്ടല്ലോ. x equal 1. So which is the minimum oxidation state? Clarity ആയില്ലേ? Go for the next 66 sorry. More negative, more reducing power. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു ശ്രദ്ധ മതി. ഏറ്റവും കൂടുതൽ റെഡ്യൂസിങ് നടുക്കത്തെ ആളാണ്. സോ ദാറ്റ് വിൽ ബി y. അത് കഴിഞ്ഞ് ലെസ് റൈറ്റ് XYZ. പിന്നെ ഉള്ളത് പോസിറ്റീവിൻ്റെ കാര്യമാണ്. റൈറ്റ്, മോർ റിയാക്റ്റീവ് എന്ന് പറയുന്നത് മോർ നെഗറ്റീവ്. പിന്നെ രണ്ടുപേരും പോസിറ്റീവാണ്. അപ്പോൾ ലെസ് പോസിറ്റീവ് ആൻഡ് ദെൻ കംസ് ഫോർ മോർ നെഗറ്റീവ്. അപ്പോൾ അതേതാ വരിക? ഓപ്ഷൻ -0.5 y. അത് കഴിഞ്ഞ് ലെസ് പോസിറ്റീവ് വരുന്നത് Z അല്ലേ? സോ ആ ഒരു കറക്റ്റ് ഓപ്ഷൻ കിട്ടി. ഇതാണ് ഹിൻഡ് നമ്മൾ പറയുന്നത്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ നോക്കിക്കേ. ആദ്യം y നെഗറ്റീവ്, ഓക്കെ, ലെസ് പോസിറ്റീവ് വരുന്നത് Z ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി X. സോ ദാറ്റ് ഗോസ് ഫോർ അവർ ഓപ്ഷൻ 1. റൈറ്റ്, ഇതാണ് ക്രൈറ്റീരിയ. മോർ നെഗറ്റീവ്, ലെസ് പോസിറ്റീവ് ആൻഡ് മോർ നെഗറ്റീവ്. ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് കറക്റ്റ് വാല്യൂ അതൊന്ന് ചേർത്ത് പോയാൽ മതി. യു ക്യാൻ ഗെറ്റ് ഇറ്റ്. അത്രയേ ഉള്ളൂ. ലെസ് പോസിറ്റീവ് Z. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് CR ഇൻ CrO5. റൈറ്റ്, ക്രോമിയം കാൽക്കുലേറ്റ് ചെയ്യാതെ നമുക്കറിയാം ദ മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് 6. 3 എന്തായാലും കൺഫ്യൂഷൻ ചെയ്യാനില്ല. വരച്ചൊന്നും നോക്കണ്ട, നേരെ ആൻസർ എടുത്താൽ മതി. ഇതിനൊക്കെ ഒത്തിരി സമയം കളയല്ലേ. വിച്ച് ഇസ് നോട്ട് എ സ്റ്റേറ്റ് ഫങ്ഷൻ. സ്റ്റേറ്റ് ഫങ്ഷൻ അല്ലെങ്കിൽ അവരെന്തായി പോയി? പാത്ത് ഫങ്ഷൻ. പാത്തിൽ രണ്ടേ ഉള്ളൂ. ഒന്ന് ഹീറ്റ് ആൻഡ് അടുത്തത് വർക്ക് ഡൺ. റൈറ്റ്, ഒന്ന് ഹീറ്റ് ആൻഡ് അതർ വൺ ഈസ് വർക്ക് ഡൺ. സോ ഇറ്റ് വിൽ ബി ഹീറ്റ്. നെക്സ്റ്റ്, അണ്ടർ ഐസോതെർമൽ കണ്ടീഷൻസ്. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്, ഡെൽറ്റ U ഈസ് ഈക്വൽ ടു 0. The gas expands from 2.5 to 3.5. Volume change. Against a constant external pressure 4 atmosphere. Work done ജൂളില നമ്മൾ പറഞ്ഞായിരുന്നു. എങ്ങനെ എടുക്കുക? W equal minus P V final minus V initial. And okay, വൈറ്റിൽ എഴുതാം. വർക്ക് ഡൺ ഈക്വൽ മൈനസ് P V final minus V initial. External pressure 4 atmosphere. V final 3.5 minus 2.5. Minus 4 into 1. പക്ഷേ ഇത് ലീറ്റർ അറ്റ്മോസ്ഫിയറില്ല. ജൂളിൽ ചെയ്യണമെങ്കിൽ -4 into 101.3. അപ്പോൾ അവർ തന്നിട്ടില്ല, നമ്മളിത് ഓർത്തിരിക്കേണ്ടിയ ജൂളിൽ. ആൻഡ് ദാറ്റ് ഗോസ് ഫോർ യുവർ ഓപ്ഷൻ ആസ് ദ fourth one. Right, -4 into 101 near to ആ വാല്യൂലോട്ട് എത്തിക്കുള്ളൂ. കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ. 70. A reaction is spontaneous. സ്പോണ്ടേനിയറ്റിയുടെ കണ്ടീഷൻ ഓർത്താൽ മതി. ഡെൽറ്റ എച്ച്, സ്പോണ്ടേനിറ്റിയുടെ കണ്ടീഷൻ ഡെൽറ്റ എച്ച് നെഗറ്റീവ്. ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് ഷുഡ് ബി ലെസ് ദാൻ 0. ഡെൽറ്റ എസ് should be positive. അതിൻ്റെ അർത്ഥം ഡെൽറ്റ എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ആൻഡ് അത് നമ്മുടെ ഏത് ഓപ്ഷനിലോട്ടാണ് വരിക? യെസ്, ഇറ്റ്സ് ദ 4th one. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ അത് സ്ലോലി ഒന്ന് എടുത്താൽ മതി. കറക്റ്റ് ഗ്രേറ്റർ ലെസ് അതൊന്ന് ചിന്തിച്ചിട്ടൊക്കെ എടുത്താൽ മതി. 71. നോ ഡൗട്ട്, ഡയറക്റ്റ് ആൻസർ. CP - CV = R for 1 mole. അടുത്ത, ഫോർ ദ റിയാക്ഷൻ A2 gaseous gives 2A gaseous. കറക്റ്റ് ഓപ്ഷൻ എസ് തപ്പിപ്പിടിക്കുക ആദ്യം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് അല്ലേ കൂടുതൽ. അതിൻ്റെ അർത്ഥം ഡെൽറ്റ എസ് പോസിറ്റീവാണ്. പോസിറ്റീവ് എന്ന് പറയുന്ന ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ 0. പക്ഷേ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന 2 ഓപ്ഷനായി പോയി. അപ്പം നമ്മൾ ഡെൽറ്റ എച്ചും കൂടെ എടുക്കാം. ഇവിടെ A2 ഗേഷ്യസ് ബോണ്ട് ഉള്ളതാണ്. ഈ ബോണ്ടിനെ നമുക്ക് പൊട്ടിക്കണം. ബോണ്ടിനെ പൊട്ടിക്കണമെങ്കിൽ നമ്മൾ
ഹീറ്റ് അങ്ങോട്ട് സപ്ലൈ ചെയ്യുക. ഹീറ്റ് സപ്ലൈ, ദാറ്റ് മീൻസ് ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഹാസ് ടു ബി എൻഡോതെർമിക്. ഞാൻ ക്ലാസ്സിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബോണ്ട് പൊട്ടിക്കണമെങ്കിൽ നമ്മൾ ഹീറ്റ് അങ്ങോട്ട് കൊടുക്കുക, ഹീറ്റ് അബ്സോർബ് ചെയ്യും. സോ ഡെൽറ്റ എച്ച് വിൽ ബി പോസിറ്റീവ്. അപ്പോൾ ആൻസറിലോട്ട് പിടി കിട്ടിയല്ലോ. ഏതാന്ന് വരണ്ടേ? ഡെൽറ്റ എച്ച് പോസിറ്റീവ് വരണമെങ്കിൽ ഡെൽറ്റ എച്ച് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ദാറ്റ് ഗോസ് ഫോർ അവർ തേർഡ് ഓപ്ഷൻ. ക്ലിയർ? ഇപ്പോൾ ബോണ്ട് പൊട്ടിക്കുക, അവിടെ A2 ഗേഷ്യസ് ബോണ്ട് അവിടെ പൊട്ടിക്കുക. സോ ഡെൽറ്റ എച്ച് ഹാസ് ടു ബി ഗ്രേറ്റർ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, എത്രയേ ഉള്ളൂ. സെലക്ട് ദ റിയാക്ഷൻ വിച്ച് ഇസ് നോട്ട് എ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. നോട്ട് എ ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം അപ്പിയർ ചെയ്യാത്ത, ഒത്തിരി ചെയ്ത് നോക്കാനില്ല, ആകെ നമുക്ക് ഡയറക്റ്റ് പറയാവുന്നത് സെക്കൻഡ്. ബാക്കി എല്ലാം 2 പ്രാവശ്യം അപ്പിയർ ചെയ്യുന്ന ഓരോരോ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് വലിയതായിട്ട് നോക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ടൈം കൺസ്യൂമിങ് വളരെ കുറവാണ്. ഇതൊക്കെയാണ് 1 സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതും 1 സെക്കൻഡ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എമോങ് ദ ഫോളോയിങ് ഈസ് ഹീറ്റ് കപ്പാസിറ്റി. നമ്മൾ എക്സ്റ്റെൻസീവ് ഇൻറ്റൻസീവ് കാര്യമായിട്ട്, എക്സ്റ്റെൻസീവ് എന്ന് പറയുന്ന ഡിപ്പെൻഡ്സ് ഓൺ ദി എമൗണ്ട് ഓർ മാറ്റർ ഓഫ് സബ്സ്റ്റൻസ്. ഇൻറ്റൻസീവ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. സോ ദാറ്റ് വാസ് 74. 75th ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ചില സ്ഥലത്ത് ഒരു ആശ്വാസം ഉണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. pH ഓഫ് 0.05 മോളാർ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ അവിടെ OHൻ്റെ കോൺസെൻട്രേഷൻ ഒന്ന് എടുക്കാം. 2 multiplied by 0.05. So that will be 2 5s are 10, that is 0.1. 0.1 എന്ന് പറയുമ്പോൾ OHൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻1. ദാറ്റ് മീൻസ് POH ഈസ് ഈക്വൽ ടു 1. പക്ഷെ ചോദിച്ച POH അല്ല, എന്താ ചോദിച്ചിരിക്കുന്നത്? PH ആ. അപ്പോൾ PH എത്രയായിരിക്കണം? 13. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ അല്ലേ? സോ ദാറ്റ് ഈസ് അവർ ആൻസർ ഗോസ് ഫോർ. നെക്സ്റ്റ്, കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് കോൺജുഗേറ്റ് ബേസ്. 2 രീതിയിലും എഴുതണം. കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസ്. HPO4 2-. H ഡൊണേറ്റ് ചെയ്യാൻ ഇത് ആസിഡ്. അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് PO4-3 അല്ലേ. ഇനി HPO4-2 എക്സെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ വരിക? H2PO4-. ഉറപ്പായിട്ട് കറക്റ്റായിട്ട് ആദ്യം കോൺജുഗേറ്റ്. സോ ദിസ് ഈസ് ദ ബേസ്, ദിസ് ഈസ് ദ കോൺജുഗേറ്റ് ആസിഡ്. ആദ്യം കോൺജുഗേറ്റ് ആസിഡ് എടുക്കുക, പിന്നെ കോൺജുഗേറ്റ് ബേസ്. അതും ആ സെലക്ഷൻ ഓഫ് ആൻസറും അവിടെ ഇമ്പോർട്ടൻ്റ് ആണേ. ആദ്യം കോൺജുഗേറ്റ് ആസിഡ് H2PO4- ആൻഡ് ദാറ്റ് ഈസ് ഓപ്ഷൻ 2. 77 KCയും KPയും സെയിം ആവണമെങ്കിൽ റിയാക്ടൻ്റെ നമ്പർ ഓഫ് മോൾസും പ്രൊഡക്റ്റിൻ്റെ നമ്പർ ഓഫ് മോൾസും സെയിം ആയിരിക്കണം. ഇവിടെ ഏതാണെന്ന് നമുക്ക് റിയാക്ടൻറ്റും പ്രൊഡക്റ്റ് രണ്ടും ഒരേപോലെ. ഇതൊക്കെയാണ് ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ. ദാറ്റ്സ് ദ തേർഡ് വൺ. 78 KCയും ഒരു റിലേഷൻ തന്നു. അതിൻ്റെ നേരെ റിവേഴ്സ് ചെയ്താൽ ഇറ്റ് വിൽ ബി 1/K. ആൻഡ് ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 1/√K. അതിൽ വലിയ എനിക്ക് തോന്നുന്നില്ല എക്സ്പ്ലനേഷൻ വേണം, കാരണം നിങ്ങൾ ഇതിനേക്കാട്ടും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫ്ലോയിങ് പെയർ ആക്ട്സ് ആസ് എ ബേസിക് ബഫർ? അഗെയിൻ എ സ്ട്രേറ്റ് അവേ ക്വസ്റ്റ്യനാണ്. ബേസിക്, ഇതിലെ ബേസിക് ഇത് ആസിഡിക് അല്ലേ, പക്ഷേ ഇത് ബഫറായിട്ട് നമുക്ക് പറയാൻ ഒക്കത്തില്ല. ഓക്കെ, H2CO3 HCO3 minus Na some salt has to come. Then basic buffer ഏത് വരാം? സെക്കൻഡ് വൺ അഗെയിൻ ഫോസ്ഫേറ്റ് ടച്ചാ. ഫോർത്ത് വൺ ആസിഡിക്ക, ഫുള്ള് ഫോർത്ത് വൺ ആസിഡിക്ക. 1ഉം 2ഉം ഉറപ്പായിട്ട് പറയാൻ ഒക്കില്ലേലും തേർഡ് വൺ ഉറപ്പായിട്ട് അതൊരു ബേസിക് അല്ലേ. NH4OH ബേസ്. NH4NO3 which is obtained from the salt of a strong acid, that is HNO3, right? So that's the third one. 80th one, oxidation state of sulfur കണ്ടുപിടിക്കുക. അപ്പോൾ ഇൻഡിവിജ്വലി ഓരോരോ എണ്ണം ഫസ്റ്റ് കിട്ടിയാൽ ഉടനെ അതിലോട്ട് ആൻസറിലോട്ട് പൊക്കോണം.
അല്ലാതെ ഫുള്ള് ചെയ്ത് നോക്കി സമയം കളയല്ലേ. 2x - 4, സോ x = 2. ഒക്കത്തില്ല, 2 ഓപ്ഷൻ ഉണ്ട്. അടുത്ത SF6, x -6 = 0, x = 6. അത് ഒക്കുന്നില്ല. അപ്പോൾ ഒരു സ്ട്രാറ്റജി വെച്ച് ആദ്യമേ ഏതാ വ്യത്യാസം അത് നോക്കിയാൽ മതിയായിരുന്നു അല്ലേ. സോ ഫസ്റ്റ് വൺ സൾഫർ നമുക്ക് കിട്ടിയത് 2, സെക്കൻഡ് വൺ സൾഫർ പറഞ്ഞത് 6. നൗ തേർഡ് വണ്ണിലോട്ട് പോയേക്കാം. ഇതെത്രയാണ് വരിക? 4. സോ ഡയറക്ട്ലി വാട്ട് ഷുഡ് ബി ദ ആൻസർ? 2. അപ്പം അവിടെയൊക്കെയാ തെറ്റിക്കാവുന്ന സാധ്യത അറിയാം, പക്ഷെ തെറ്റിക്കും. 2, 6 and then 4. Right? So coming to the next one. ഇത് കുറച്ച് ചെയ്യണ്ട. ഫോർ ഇലക്ട്രോലൈറ്റ് NaCl, NaOH and barium chloride. മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. The molar conductivity of barium hydroxide, BaOH twice. Split ചെയ്യുക. Molar of Ba2+. Molar conductivity of OH minus. അപ്പോൾ ബിയുടെ കൂടെ വരുന്ന ആളാരാ? യെസ്, കുറച്ച് വലിയ എഴുതാം, ക്ലോറിൻ. OHൻ്റെ കൂടെ വരുന്ന ആളാരാ? Na. മൈനസ് ലിമിറ്റിംഗ് മോളാർ NaCl അല്ലേ. OH ഇവിടെ നിന്ന് എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം. അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്യണ്ടേ? 2. അപ്പോൾ 2 Naയും കൂടെ ആയല്ലോ. സോ -2 ടൈംസ് ലിമിറ്റിംഗ് മോളാർ NaCl. റൈറ്റ്. ഇനി കറക്റ്റ് എടുത്ത് വെച്ചാൽ മതിയല്ലോ. ബേരിയം ക്ലോറൈഡിൻ്റെ അവർ തന്നിരിക്കുന്നത് Z. NaOH 2 പ്രാവശ്യമായില്ലേ. NaOHൻ്റെ അത് തന്നിരിക്കുന്നത് Y. So that will be +2y. NaCl തന്നിരിക്കുന്നത് X. So that will be -2x. Okay, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കുഴപ്പമില്ല. That goes for our option 3. Right? Z -2x + 2y. യൂണിറ്റ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kp. യൂണിറ്റ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ബാറ്. ഇവിടെ ബാറ് തന്നോട്ട് ബാറ് അല്ലെ. മോൾസ് പെർ ലിറ്റർ റേസ് ടു ΔNg ആവാം. ബാർ റേസ് ടു ΔNg. ΔNg ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണേ നേരെ ബാറിലോട്ട് പോകും അല്ലേ. 83. 3 Faradays of electricity were passed through silver nitrate, copper sulfate and aluminium chloride. The ratio of the moles. സോ ഇവിടെ നമ്മുടെ ഫാരഡേയുടെ ഫോർമുല W = ZIT. W equal a last format. Atomic mass by valency. Right? Z-ന് ഈക്വൽ മാസ് ബൈ ഫാരഡേ ഒക്കെ ചെയ്തു. ആ ലാസ്റ്റ് ഫോർമുല അങ്ങോട്ടിട്ടു. ഇവർ ചോദിച്ചിരിക്കുന്ന നമ്പർ ഓഫ് മോൾസാണ്. ഇതിനെ ഇങ്ങോട്ടിട്ടാൽ W ബൈ ആറ്റോമിക് മാസ് എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ് അല്ലേ. അപ്പോൾ ഈ ഭാഗം നമ്പർ ഓഫ് മോൾസ് ആയി. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു 1 ബൈ വാലൻസി. കാരണം ഫാരഡേ കോൺസ്റ്റൻ്റാ, വേണ്ട. I കോൺസ്റ്റൻ്റാ, T കോൺസ്റ്റൻ്റാ. സോ ആകെ നോക്കണ്ടേ നമ്മുടെ ഫോമാറ്റ് എന്ന് പറയുന്നത് ഇത് തന്നിട്ടുണ്ട് ക്ലാസ്സിൽ. നമ്പർ ഓഫ് മോൾസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വാലൻസി. ഇനി ഓരോരെണ്ണം എടുക്കാൻ നമുക്ക്. സിൽവറിൻ്റെ 1/1 നമ്പർ ഓഫ് മോൾസ് റേഷ്യോ. കോപ്പറിൻ്റെ 1/2. AlCl3 1/3. പക്ഷേ ഈ ആൻസർ ഇല്ലല്ലോ. ടേക്ക് ദ LCM. ഇവിടെ 6 വെച്ച് ഇവിടെയും 6, ഇവിടെ 3 വെച്ച് ഇവിടെയും 3 വെച്ച്, ഇവിടെ 2 വെച്ച് ഇവിടെയും 2 വെച്ച്. ആൻഡ് ദാറ്റ് ഗോസ് ഫോർ 6:3:2. ആൻഡ് ദാറ്റ്സ് യുവർ ഓപ്ഷൻ 2. ദാറ്റ്സ് യുവർ ഓപ്ഷൻ 2. 6:2. അപ്പോൾ ഈ പ്രോബ്ലം ആരുടെയൊക്കെ തെറ്റിയിട്ടുണ്ട് ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് നോക്കുക. കാരണം ഇതൊരു നല്ല ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കൂടെ ആകുന്നു. സോ ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് നോക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ക്യാൻ ബി എ കമ്മിങ്. നമുക്ക് ഒരു രീതിയിലും ഒരു നഷ്ടം ഉണ്ടാവില്ല കേട്ടോ. 84. ദ മൊളാർ കണ്ടക്ടിവിറ്റി ഓഫ് 0.01 മൊളാർ CH3COH സൊല്യൂഷൻ. മൊളാർ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. വായിച്ച് പിന്നെയും നമ്മൾ മറന്നു പോകാമെന്ന് ഇങ്ങനെ എഴുതി വെക്കാം.
CH3COH ലിമിറ്റിംഗ് ഡയറക്റ്റ് പ്ലസ് ചെയ്തു 349.1 പ്ലസ് 40.9 സമയം കളയാതെ അങ്ങ് പ്ലസ് ചെയ്താൽ മതിയല്ലോ 390 ഓക്കെ അല്ലേ 9 + 1 10 ഓക്കെ 390. നെക്സ്റ്റ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാനാ ദാറ്റ് ഈസ് ആൽഫ മോളാർ അറ്റ് എ പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ബൈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലേ മോളാർ അറ്റ് പെർട്ടിക്കുലർ ബൈ molar conductivity of 0.01 molar CH3COH solution is 16.48 given 349.2 അപ്പോൾ പിന്നെ molar by limiting എടുത്താൽ മതിയല്ലോ molar conductivity is 16.48 limiting molar conductivity it is 390 അതങ്ങ് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ പിന്നെ ഇവിടെ ആൻസർ അടുത്തടുത്തടുത്താന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് വേർഷനിൽ പോയാലേ ഒക്കുള്ളൂ 1648 ഡിവൈഡഡ് ബൈ 390 ഫുള്ള് ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ട് വരത്തുള്ളൂ ഞാൻ പോയിൻ്റ് മാറ്റിയതാ 10⁻². അപ്പോൾ ഡിവൈഡ് ചെയ്ത് 390 1648 റൈറ്റ് ഡിവൈഡ് ചെയ്ത് തന്നെ ഒന്ന് ഉറപ്പിക്കുക എന്താ ആൻസർ 4 9 36 50 അപ്പോൾ തന്നെ അറിയാം 4ൻ്റെ അടുത്തോട്ടാണ് അപ്പോൾ 4 അല്ലേ 0.04 അപ്പോൾ 4 × 10⁻²-2 വരുന്നത് അവിടെ എടുക്കാം 0. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക് കാൽക്കുലേഷൻ ഫുള്ള് ചെയ്യേണ്ടി വരും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കാൽക്കുലേഷൻ ഫുള്ള് വേണം കേട്ടോ അല്ലാതെ ഒക്കത്തില്ല കാരണം അടുത്തടുത്ത ഓപ്ഷൻസ് വരുമ്പോൾ കാൽക്കുലേഷൻ മസ്റ്റായിട്ട് ഫുള്ള് ചെയ്ത് നോക്കണം. നെക്സ്റ്റ് ഇതിന് ഏത് കമ്പൗണ്ട് രണ്ടും ചെയ്യാം നമ്മൾ മെറ്റീരിയൽ ഓൾറെഡി ചെയ്തതാ ഇറ്റ് ഈസ് SO2 ബിക്കോസ് സൾഫർ +4 ഇതിൽ നിന്ന് കൂട്ടി +6 ആവാം ഇതിൽ നിന്ന് കുറച്ച് വേണമെങ്കിൽ -2 എടുക്കാം. സോ ബാക്കിയെല്ലാം അവരവരുടെ അറ്റത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് ദേ ക്യാൻ ഓൺലി ആക്ട് ആസ് എ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇത് മാത്രമേ ഉള്ളൂ ദേ ക്യാൻ ആക്ട് ആസ് എ റെഡ്യൂസിങ് ഓൺലി ആക്ട് ആസ് എ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഒരു എലിമെൻ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ ബിറ്റ്വീൻ വരുവാന്നയാൾ രണ്ട് സൈഡും പോവാമെന്ന്. നെക്സ്റ്റ് ദ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ഓഫ് സെൽ റിയാക്ഷൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഓൾറെഡി കയ്യിലുണ്ട് എപ്പോഴും ക്വസ്റ്റ്യൻ വായിച്ചിട്ടേ സോൾവിലോട്ട് പോവാം. ∆G ഈസ് -NF E0 സെൽ ∆G ഈസ് -NF E0 സെൽ ∆G0 സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ∆G0 = -NF E0 N ടോട്ടൽ ഇലക്ട്രോൺ 2 ഫാരഡേ 96,500 E0 1.05 അപ്പോൾ കൈൻഡ്ലി നോട്ട് കിലോ ജൂളിലാണ് വരുന്നത് ഇൻറ്റു 10⁻³ ആദ്യമേ ചെയ്തു അല്ലെങ്കിൽ അവസാനം ചെയ്താൽ മതി ഇൻറ്റു 10⁻³ ബാക്കിയുള്ള മൾട്ടിപ്ലൈ ഒക്കെ നിങ്ങൾ ചെയ്തോളുമല്ലോ മൾട്ടിപ്ലൈ ഓക്കെ അല്ലേ. സോ ദാറ്റ് ഗോസ് ഫോർ ഓപ്ഷൻ 4 അല്ലേ തന്നെ ഓർക്കാവുന്നത് 96 2s ഇൻറ്റു ഇതൊരു 2 വെച്ചിട്ട് ഒന്ന് റഫ്ലി മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടും സോ -2 ആകെ 101ൻ്റെ അടുത്ത് അല്ലേ 202ൻ്റെ അടുത്ത് അത്രയാണല്ലോ നോക്കണ്ടേ. 87 സ്ട്രേറ്റ് അവേ KC ഈസ് അക്വസ് എടുക്കാം ഗേഷ്യസ് എടുക്കാം കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ റിയാക്ടൻ റേസ് ടു ഇറ്റ്സ് സ്റ്റോഷ്യോമെട്രി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ ഇവിടെ പിന്നെയും കുറച്ച് സമയം എടുക്കുന്നത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CO വേണ്ടേ. അപ്പോൾ സെക്കൻഡ് റിയാക്ഷൻ ഫസ്റ്റ് റിയാക്ഷൻ പിന്നെ ∆X കൂടിയാൽ തന്നെ അപ്പം നമ്മുടെ ഇക്വേഷൻ 1 ഞാൻ എഴുതുന്നത് C+O2 gives CO2 ∆H = -X ആണേ. ഇക്വേഷൻ 2 റിവേഴ്സ് ചെയ്യും 2 times CO2 2CO plus O2
ഇനി ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്തോണം, ഇവിടെ വരുമ്പോൾ ഈ ഭാഗം ഡെൽറ്റ എച്ച് മൈനസ് വൈ ആണ്. ഡെൽറ്റ എച്ച് എന്ന് പറയുമ്പോൾ മൈനസ് വൈ ആണ്. അപ്പം നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ഡെൽറ്റ എച്ച് എന്തായിട്ട് മാറി? പ്ലസ് വൈ. ഇതിനെ ഞാൻ പ്ലസ് വൈ ഡെൽറ്റ എച്ച് എഴുതുമ്പോൾ മൈനസ് വൈ ആണ്, തിരിച്ചെഴുതുമ്പോൾ ഡെൽറ്റ എച്ച് വൈ. ഇനി നമുക്ക് സി ഒ മതി, 2 വേണ്ട. സോ ഡിവൈഡ് ബൈ 2, ഡിവൈഡ് ബൈ 2, ഡിവൈഡ് ബൈ 2, ഡിവൈഡ് ബൈ 2, ആൻഡ് ദാറ്റ്സ് യുവർ ആൻസർ. ഡയറക്ട്ലി കിട്ടാം. 1 മോൾ 1 മോൾ കട്ട് ചെയ്തു. O2 O2 ചെറിയൊരു ഭാഗം വേണമല്ലോ, ഹാഫ് O2. സോ സി പ്ലസ് ഹാഫ് O2 വിൽ ഗിവ് യു CO. അപ്പോൾ ടുഗെദർലി നമ്മൾ ഏതിലോട്ടാണ് പോകുന്നത്? ഫുള്ള് ടോട്ടൽ ഡെൽറ്റ എച്ച് വിൽ ബി delta H is y by 2 minus x, and that goes for option 4. Then coming to 89, pH of 0.01 molar KOH. KOH, OHൻ്റെ കോൺസെൻട്രേഷൻ രണ്ടെണ്ണല്ലേ, 10⁻⁻². OHൻ്റെ കോൺസെൻട്രേഷൻ. അപ്പം നേരെ പറഞ്ഞു POH എത്രയായിരിക്കും? 2. അപ്പോൾ പി എച്ച്, ഇതിനൊക്കെ സമയം കൂടുതൽ എടുക്കാത്തത് pH will be 12, and that goes for the answer 4. അപ്പോൾ ഇടയ്ക്ക് സമയം എടുക്കുന്ന റെഡ് വൈറ്റ് ആക്കി മാറ്റുന്നുണ്ടാന്നേ. കമ്മിങ് ടു ദ 90th ക്വസ്റ്റ്യൻ, റെഡ് തന്നെ ഇരുന്നോട്ടെ. ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്, റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. തെറ്റല്ലേ? ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്. ഡെൽറ്റ എസ് പോസിറ്റീവ് വന്ന ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുന്നത് നല്ലതാ, സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ തെറ്റാം. ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്, എസ് നെഗറ്റീവായ ടെമ്പറേച്ചർ കുറയ്ക്കുന്നതാ നല്ലത്. ദ റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ തെറ്റാം. So that goes for your second one. Delta H പോസിറ്റീവും delta S നെഗറ്റീവ് ആണേ, the reaction becomes non-spontaneous at all temperature. കാരണം ഇത് delta G equal delta H minus T delta S. H പോസിറ്റീവ് മൈനസ് T, ഇതും എന്താ വരിക? So positive minus into minus plus T delta S. So overall delta G will be positive. Is it clear? Okay. So that was about our topic. Delta G is non-spontaneous. നമ്മുടെ thermodynamics, equilibrium, then redox, electrochemistry ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. താങ്ക് യു. എക്സാം എളുപ്പമായിരുന്നോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 91, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ കോണിഫേഴ്സ്. കോണിഫേഴ്സിനെ കുറിച്ച് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതായിരുന്നു? വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ കോണിഫേഴ്സ്? നീഡിൽ ലൈക്ക് ലീവ്സ് വിത്ത് ഇൻക്രീസ് സർഫസ് ഏരിയ അല്ല, തെറ്റ്. ഹൗ തിൻ ക്യൂട്ടികളല്ല, ഹൗ സങ്കൺ സ്റ്റൊമാറ്റോ. ക്വസ്റ്റ്യൻ നമ്പർ 91, 3 is the correct answer. വാട്ട് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 92, സെലക്ട് ദ കറക്റ്റ് മാച്ച്. ബ്രയോഫൈറ്റ് ഹോമോസ്പോർസ് ആൻഡ് ഹെട്രോസ്പോറസ് അല്ല, ജിംനോസ്പെയിം ഫ്രൂട്ട്സ് ഇല്ല, ടെഡോഫൈറ്റ് സീഡ്സ് ആബ്സെൻറ്റ്. ദാറ്റ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 92, 3 is the correct answer. And what about question number 94? What about question number 94? 92, 3 is the correct answer. And what about question number 93? Artificial system of classification was given by George Bentham and Joseph Dalton Hooker. Allah classifies organisms on the basis of external as well as internal features. Artificial system is based on evolutionary relationship. Allah involves use of one or few morphological character. Question number 93, 4 is the correct answer. And what about makkale question number 94? Select the correct statement. Which is the correct statement? Large empty colorless cell present in the abaxial alla adaxial aanu bulliform. That the parenchymatic cell which lie between vascular bundle of dicot stem alla dicot root and conjunctive tissue.
And light colored peripheral region of wood involved conduction of water and mineral sap, minerally sapwood. Yes, question number 94, 3 is the correct answer. And what about question number 95? Radial vascular bundle found in root-ilana, root and option where the root of monocot lana. Question number 95, 3 is the correct answer. And what about question number 96? Select the incorrect match. Apical meristem, primary meristem, intercalary meristem, lateral meristem. Allah, intercalary meristem is also primary meristem. Question number 96, 2 is the correct answer. Okay. And what about question number 97? Opening and closing of stomata is regulated by, of course, we know that guard cell. Question number 97, 3 is the correct answer. And what about question number 98? Trichomes of shoot system are all except trichomes in branched or unbranched ആവാം, soft or stiff ആവാം. Usually unicellular അല്ല, multicellular ആണ്. Question number 93, except വരുമ്പോൾ exceptional. Question number 93, 3 is the correct answer. 98, 3 is the correct answer. And what about question number 99? Select the correct statement with respect to conjunctive tissue. Conjunctive tissue നമ്മൾ already കണ്ടു. പാരങ്കമാൻ്റെ cell lie between xylem and phloem in dicot root-ലാണ്. Okay, question number 99, 1 is the correct answer. And what about question number 100? Starch sheath ഉള്ളത് നമുക്കറിയാം ഡൈക്കോട്ട് സ്റ്റെമ്മിലാണ് സ്റ്റാർച്ച് ഷീത്ത് ഉള്ളത്. അവിടെ കോളൻ ഗെയ്മാറ്റസ് ഹൈപ്പോഡെർമിസ്, പാരങ്കെയ്മാറ്റസ് കോർട്ടിക്കൽ സെൽ, സ്റ്റാർച്ച് ഷീത്ത് എൻഡോഡെർമിസ് റിച്ച് ഇൻ സ്റ്റാർച്ച്. Question number 100, 2 is the correct answer. And what about question number 101? Stomatal apparatus consists of course, guard cell, stomatal aperture and subsidiary cell. Question number 101, 3 is the correct answer. Maklai, what about question number 102? In members of rhodophyceae stored food, rhodophyceae red algae, stored food is Floridian starch, Floridian starch. Question number 102, 4 is the correct answer. 103. Select the incorrect match with respect to form of algae. Or algae, unicellular Chlamydomonas ആണ്, filamentous, Ulothrix, Spirogyra, Ectocarpus, massive plant body, Kelps, colonial allada, Spirogyra, Volvox ആണ് colonial. Question number 103, incorrect is 4 is the correct answer for this question. And question number 104. Select the correct statement with respect to equisity. Equisity സംബന്ധിച്ച് correct ആയിട്ടുള്ള. It is a gymnosperm. Equisetum is not the gymnosperm. It is the pteridophyte. Form distinct compact structure called strobelier cones ഉള്ള pteridophyte ആണ് Equisetum and Selaginella. Question number 104, 2 is the correct answer. And the dominant phase in the life cycle is the gametophyte അല്ല sporophyte ആണ്. Vascular tissue ഉള്ള first terrestrial plant ആണ്. അപ്പോൾ 104, 2 is the correct answer. And what about question number 105? So the following is incorrectly matched. D-differentiated medullary rays interfascicular cambium is D-differentiated cherry. Heartwood highly lignified wall and non-conductive. Heartwood is highly lignified, non-conductive. Yes. Vascular cambium in dicot partially primary alla, secondary ആണ്. That is not correct. But question number 105, 3 is the correct answer. And what about question number 106? Fucoxanthin is not a major pigment in which of the following algae? നമുക്കറിയാം fucoxanthin ഉള്ളത് chlorophyll A, C, carotenoid, fucoxanthin, xanthophyll ഒക്കെ ഉള്ളത് നമുക്കറിയാം ബ്രൗൺ ആൽഗെ ഫെയോഫൈസിയലാണ്. അപ്പോൾ ഫെയോഫൈസിയ മെമ്പേഴ്സ് അല്ലാത്തതാരാണ്? കാര ഈസ് ക്ലോറോഫൈസിയ ഗ്രീൻ ആൽഗയാണ്. ഫ്യൂക്കസ്, എക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട, ലാമിനേറിയ, സർഗാസം ഒക്കെ എന്താണ്? എല്ലാം ഫെയോഫൈസിയ ബ്രൗൺ ആൽഗയാണ്. അപ്പോൾ ഹിയർ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ നമ്പർ 106, 1 is the correct answer for this question number 106. And what about 107? March the column and select the correct option. Sieve tube element in a possess peripheral cytoplasm but lack a nucleus A, and companion cell that is help in maintaining pressure gradient B here, and phloem fiber have pointed needle like epiphysis bast fiber, and phloem parenchyma store resin tannin latex, that is resin mucilage latex. Okay, അപ്പോൾ question number here നമുക്കറിയാം this option D, right? അപ്പോൾ D is here, and here what is the answer for this question? Sieve tube A, that is A3B2, C4 and D1. Question number 107, 3 is the correct answer. Question number 107, 3 is the correct answer. Next. Question number 108. Select the incorrect match. Which is the incorrect match? Gemme liverwort. Yes. Homosporous allada Selaginella. Selaginella is heterosporous. Okay, heterosporous alvenia Selaginella ആണ്. സിങ്കമി വീട്ടിലും നടക്കും, എല്ലായിടത്തും ജിംനോസ്പേമിലും ആൻജിയോസ്പേം എവിടെയും ഫെർട്ടിലൈസേഷൻ ഉണ്ട്. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം. And question number 108, 2 is the correct answer, right? And what about question number 109? Members of which plant first vascular plants are used for medicinal purpose? Soil. Vascular plant first ആരാണ്?
Pteridophyte. Medicinal purpose soil binders also used as ornamental is pteridophyte. Question number 109, 2 is the correct answer. And what about question number 110? What about question number 110? Select the correct statement regarding bryophyte. Possess true root, stem and leaves? No. Anthrozoid produce antheridium are non-flagellated, they are biflagellated. Archegonium is jacketed, flask shaped and produce single egg. Zygote undergo reduction division illa. Question number 110, 3 is the correct answer. 3 is the correct answer. 110, 3 is the correct answer. Okay, what about question number 111? Leafy stage of Moses developed from. Moses in a leafy stage. Moses has gametophyte as protonema and leafy stage, and Moses in a leafy stage from secondary protonema as lateral bud. Spore develops to become protonema, primary protonema, then secondary protonema lateral buddil ninnana leafy stage undavunna. Question number 111, 2 is the correct answer. And question number 112, the spores germinate to give rise to inconspicuous small but multicellular free living gametophyte called prothallus കാണുന്നത്. പ്രോത്താലസ് കാണുന്ന എവിടെയാണ്? ടെറിഡോഫൈറ്റിലാണ്. പ്രോത്താലസ് ഉള്ളത് എവിടെയാണ് മക്കളെ? ടെറിഡോഫൈറ്റിലാണ്. ടെറിഡോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജിങ്കോ ജിംനോസ്പേം ആണ്. സ്ഫാക്നം ദാറ്റ് ഈസ് പീറ്റ്മോസ് ദാറ്റ് ഈസ് ബ്രൈഫൈറ്റ് ആണ്. ആൻഡ് ഫ്യുനേറിയ നമുക്കറിയാം ദാറ്റ് ഈസ് ഓൾസോ മോസസ്. ആൻഡ് ഹിയർ ഫേൺ ഈസ് ടെറിഡോഫൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 112, 4 is the correct answer. And what about question number 113? Mark true or false statement from the following. Cytotaxonomy is based on information of chromosome number, structure and behavior. ശരി തന്നെ. Eudorina shows isogamous. Eudorina anisogamous ആണ്. തെറ്റ്. Pyranod contain protein besides starch. ശരി തന്നെ. True, false, true. True, false, true. Question number 113, 4 is the correct answer. Question number 113, 4 is the correct answer. And what about question number 114? Which classification system was given by George Bentham and Joseph Dalton Hooker to classify flowering plant? Of course, we know that natural system of classification and artificial system by Linnaeus. Question number 114, 2 is the correct answer. And question number 115. Bulliform cells in grapes helps in. Grassile bulliform cells എന്തിനു സഹായിക്കും? Trichome, conduction of water and mineral, no. Formation of water containing cavities, no. Rolling of leaves during drought is correct. That is become flaccid and curl inwards and minimize water loss due to transpiration. Question number 115, 4 is the correct answer. Okay, what about question number 116? Select the incorrect statement with respect to dicot stem. Dicot stem ne kurichu incorrect aayittulla edana? Vasca bundle and conjoined closed alla, conjoined open and that is incorrect. Endodermis single layer ആണ്. Ground issue differentiate into cortex and pith ആണ്. Medullary rays is present between vascular bundle. Of course, all other statements are correct. Only one is incorrect. Question number 116, 1 is the correct answer. And question number 117. Which of the following is correct with respect to stomata? Stomata kurichu correct ആയിട്ടുള്ളത് ഏതാണ്? The guard cell does not possess chloroplast. No, guard cell does not possess chloroplast illa. Guard cell possess chloroplast. The guard cell are kidney shaped in grass. Guard cells are kidney shape alla, dumbbell shape aanu grass il ullathu. And only outer wall of guard cells are highly thick and no inner wall is thick. Irregular process of transpiration and gaseous exchange. That is correct statement. Question number 117, 4 is the correct answer. What about question number 118? In members of Poaceae, certain adaxial epidermal cell modify themselves into large empty colorless cell is known as, of course, answer is bulliform cell. Question number 118, 2 is the correct answer. And question number 119, how many given plants produce seed and also have archegonia? Already we discussed in Neatflix and pine, gymnosperm and archegonia undu, seed undu. Produce seed undu, archegonia undu, gymnosperm member aanu. Pinus is gymnosperm, funerary is mosses, Selagian is pteridophyte, mustard is angiosperm, porphyra, Gelidium, okay, and that is red algae and cycas. These are the gymnosperm. Pinus and cycas. How many? 2. Answer for this question 119, 1 is the correct answer for this question. And what about 120? Consider the following statement and mark them as true or false. Fucus has air bladder in the fronts. Yes. Eulothrix, the vegetative cells, cellulosic wall usually covered on the gelatinous coating on the phaeophyceal and Eulothrix chlorophyceae ആണ്. Green algae, that is not correct. And red algae usually reproduce vegetatively by fragmentation. Yes. And true, false and true. Question number 120. True, false, true വരുന്ന option 4 is correct answer. True, false, true. Question number 124 is the correct answer. Makale, what about question number 121? Read the following statement and select the correct option. Sequoia is the tallest gymnosperm? Yes. Pollen grains are reduced to female gametophyte alla, male gametophyte aanu. തെറ്റാണ്. A is correct, B is incorrect. B incorrect. Only B is incorrect. Only A is incorrect അല്ല. Both statement A and B are correct അല്ല. Both statement A and B are incorrect അല്ല. Question number 121. 2 is the correct answer.
And what about question number 122? Phaeophyceae are usually found in marine habitat. They have fucosanthin giving brown color, right? A is fucosanthin, B is brown. For question number 122, 1 is the correct answer. Question number 122, 1 is the correct answer. Okay. And what about question number 123? Choose the correct option with respect to Gemme. Gemme are multicellular, asexual, bud, green, photosynthetic, present in the Marchantia, right? Gemme are asexual bud of Marchantia, liverworts, bryophyte. Question number 123, 3 is the correct answer. Question number 123, 3 is the correct answer. And what about question number 124? March the column and select the correct option. Complex post-fertilization development ulla red algae and red algae rhodophyceae A. Used in preparation of ice cream, agar. B. Filamentous body, ectocarpus. Used as food supplement by space traveler, D. A3, B4, C1 and D2. Question number 124, 1 is the correct answer. Question number 124, 1 is the correct answer. Makkale, what about question number 125? How many of the following associate with the green algae? Green algae ke chlorophyll A undu, B undu, then reserve food ennu parna pyranode, starch, oil droplet, pyranode undu, agar ulladu Gelidium gracilaria aanu, adalla appo Floridian starch red algae aanu, 2 unequal lateral flagella Phaeophyceae aanu. Appo here A യും C യും ആണ്. How many എന്നാണ് ചോദ്യം? 2 എണ്ണമാണ്. Question number 125, 2 is the correct answer. Question number 125, 2 is the correct answer. And what about question number 126? Which of the following is most common asexual spore of algae is zoospore? 126, 1 is the answer. 127, mosses are different from most liverworts as the former. Mosses has an elaborate mechanism of spore dispersal. Question number 127, 3 is the correct answer. 128, dumbbell shaped and bean shaped. Dumbbell shaped monocote aanu. Here monocote is grass and bean shaped potato. Grass and potato. Question number 128, 2 is the correct answer. And what about question number 129? Sclerenchyma differ from Collenchyma is being Sclerenchyma mechanical aanu, thick aanu, simple aanu rendu verum adu, but dead at maturity only Sclerenchyma. Question number 129, 4 is the correct answer. 130, find out incorrect. Dicot stem radial allada, rootilana radial. Question number 130, 1 is the correct answer. Incorrect. And incorrect aayittulladu 1 aanu. Answer for this question number 131. And what about 131? Read the following statement and select the correct option. We already seen this question. Agar is used to grow microbe. Yes. Agar is used in preparation of ice cream and jellies. Yes. Random correct answer but not correct explanation. Both assertion and reason are true, but reason is not the correct explanation of assertion. Question number 131, 2 is the correct answer. And what about question number 132? Select the correct march. Start sheath endodermis of rootil alla, endodermis of stemil aanu. That Caspian strips endodermis of stemil alla, rootil. Bundle sheath cell absent in all type of leaves alla, bulliform cells monocot leaf lana. Question number 132, 4 is the correct answer. Makkale, what about question number 133? Sexual reproduction is oogamous and gametes are non-flagellated in, of course, red algae. Question number 133, 1 is the correct answer. 1 is the correct answer. 134, Vasca bundle shown the diagram. It is radial aanu. Radial ullathu namakkariyam rootil aanu. Root aanu. Root option leaf, stem, root, dichoroot. Question number 134, 3 is the correct answer. And what about question number 135? Select the correct march. Sieve 2 peripheral cytoplasm with a large nucleus. C2 peripheral cytoplasm with a large nucleus aanu. Nucleus undo illa. Vessel single long cell alla, vessel members undu. Cork leaving alla, dead aanu, suberin aanu. Conjunctive tissue patches of parenchyma aanu. Question number 135, 4 is the correct answer. In discussion continue keto. Thank you. Okay, question number 136 നോക്കാം. 136 in paramecium cilia helps in. നമുക്കറിയാം പാരമീസ്യത്തിലെ സീലിയയുടെ ഫംഗ്ഷൻ മൂവ്മെൻറ്റ് ഓഫ് ഫുഡ് ത്രൂ സൈറ്റോഫാരിങ്സ് ആൻഡ് ലോക്കോമോഷൻ ആണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. മൂവ്മെൻറ്റ് ഓഫ് ഫുഡ് ത്രൂ സൈറ്റോഫാരിങ്സ്, മറ്റൊന്നും വരില്ല. ഓക്കെ, 137 റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് എയിൽ പറയുന്നു മെത്തേഡ്സ് ഓഫ് ലോക്കോമോഷൻ പെർഫോംഡ് ബൈ ആനിമൽസ് ഡിപ്പെൻഡ് ഓൺ ദ ഡിമാൻഡ് ഓഫ് സിറ്റുവേഷൻ ആൻഡ് നോട്ട് ദെയർ ഹാബിറ്റാറ്റ്സ്. അങ്ങനെയാണോ? നോട്ട് ദെയർ ഹാബിറ്റ്സ് അല്ല, ഹാബിറ്റാറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ബി, ലോക്കോമോഷൻ ഈസ് ജനറലി ഫോർ സെർച്ച് ഓഫ് ഫുഡ്, ഷെൽട്ടർ, മെയ്റ്റ് ഓർ ടു എസ്കേപ്പ് ഫ്രം എനിമീസ്. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? അപ്പോൾ ആൻസർ ചെയ്ത് വരും only B ഈസ് കറക്റ്റ്. ഓപ്ഷൻ 2 ആണ്, only B ഈസ് കറക്റ്റ്. Question number 138. Select the mismatch with respect to structure and their type of movement in humans. സ്ട്രക്ചറും അതിൻ്റെ മൂവ്മെൻറ്റ് നോക്കുക.
അമീബോയുടെ മൂവ്മെൻ്റ് ആണ്, കറക്റ്റ് ആയിട്ടുള്ളതാണ്. സ്പെർമിൻസിന് ഫ്ലജല്ലാർ മൂവ്മെൻ്റ് ആണുള്ളത്. ഓവത്തിന് മൂവ്മെൻ്റ് ഉണ്ടോ? ഓവത്തിന് സ്വന്തമായിട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സീലിയറി മൂവ്മെൻ്റ് ഒന്നും വരത്തില്ല, മൂവ്മെൻ്റ് ഇല്ല. ഓക്കെ, ഇനി ടങ് മസ്കുലാർ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ ആയിട്ട് വരിക മിസ്മാച്ച് ആണ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 139. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കോൺട്രാക്ഷൻ കോൾഡ് സാക്രോമിയർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് മൈക്രോ ഫൈബർ ബിറ്റ്വീൻ ടു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സാക്രോമിയർ ഏതിന്? രണ്ട് സക്സസീവ് ഇസഡ് ലൈൻസിനിടയിലാണ് സാർക്കോമിയർ കാണുക അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഏത് വരും? സക്സസീവ് ഇസഡ് ലൈൻസ്, ഓപ്ഷൻ 1. ഓക്കെ, യെസ്. 140. കംപ്ലീറ്റ് ദ അനലോഗി ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. കംപ്ലീറ്റ് ദ അനലോഗി ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. അതിൽ ക്രേനിയൽ ബോൺസ് എത്ര എണ്ണമാണ്? ഫേഷ്യൽ ബോൺസ് എത്ര ഉണ്ട്? നമ്മൾ നമ്പർ പഠിക്കുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഫേഷ്യൽ ബോൺസ് എത്ര എണ്ണം? യെസ്, 14. ഓക്കെ, ഓർത്ത് വെക്കുക. ചൂസ് ഓഡ് 1 വിത്ത് റെസ്പെക്ട് ടു ബോൺസ് ഓഫ് ആക്സിയൽ സ്കെലിറ്റൺ. ആക്സിയൽ സ്കെലിറ്റനിൽ വരാത്ത ഓഡ് 1 ഏതാണെന്ന് നോക്കുക. മാലിയസ്. മാലിയസ് മിഡിൽ ഇയറിൻ്റെ പാർട്ടാണ്. ഇയർ ഓസിക്കിൾസ് അല്ലേ. മാലിസിംഗസ് സ്റ്റെപ്പിസ് മാലിയസ് വരും. സ്റ്റേണം ആക്സിയൽ സ്കെലിറ്റൻ്റെ പാർട്ടാണ്. യെസ്. അറ്റ്ലസ് അല്ലേ. അറ്റ്ലസ് എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ബോൺ ഓഫ് വെട്രിഫിക്കോളാണ്. വെട്രിഫിക്കോളവും ആക്സിയൽ സ്കെലിറ്റൻ്റെ പാർട്ടാണ്. അറ്റ്ലസ് വരും. സ്കാപ്പുല വരുമോ? ഓഡ് 1 ആണ് കേട്ടോ. സ്കാപ്പുലാണ് ആൻസർ വരിക. സ്കാപ്പുല എന്ന് പറയുന്നത് എന്താ? പെക്ടറൽ ഗേർഡിൻ്റെ പാർട്ടാണ്. പെക്ടറൽ ഗേർഡിൻ്റെ പാർട്ടാണ്. ഓക്കെ, 142. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ലേബിൾഡ് A to D in the figure given below is correctly matched with its functions. നോക്കുക, എ എന്ന് പറയുന്നത് എന്താണ്? അഫറൻ്റ് ആണോ ഇഫറൻ്റ് ആണോ? ഇഫറൻ്റ് ആർട്ടീരിയോളാണ്. ഇഫറൻ്റ് ആർട്ടീരിയോൾ അല്ല അവിടെ കൊടുത്തേക്കുന്ന അഫറൻ്റ് എന്ന്. അപ്പോൾ തെറ്റാണ്. യെസ്. ബി ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നു. ബി ബോമാൻസ് ക്യാപ്സ്യൂൾ ആണോ? അല്ല. ഓക്കെ, അതും വരത്തില്ല. ഇനി സി ഹെൻലീസ് ലൂപ്പ്. സി ഹെൻലീസ് ലൂപ്പ് കറക്റ്റ് ആണ്. മാക്സിമം റീഅബ്സോർപ്ഷൻ ഓഫ് മേജർ സബ്സ്റ്റൻസ് ഫ്രം ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് നടക്കുന്നത് എവിടെയാണ്? ഇവിടെയാണോ? ഹെൻലീസ് ലൂപ്പിലാണോ? അല്ല. ഇനിയും അവിടെ കറക്റ്റായിട്ട് മാച്ച് ചെയ്തേക്കുന്ന ഡി ആണ്. ഡി എന്ന് പറയുന്ന DCT സെക്രീറ്റ് K+ ഇൻറ്റു ദ ഫിൽട്രേറ്റ്. ശരിയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ 4 ആണ്. സെറ്റല്ലേ? യെസ്. 143. ന്യൂറൽ സിസ്റ്റം ഈസ് ബെറ്റർ ഓർഗനൈസ്ഡ് ദാൻ ഹൈഡ്ര. ഹൈഡ്രയെക്കാളിലും ബെറ്റർ ഓർഗനൈസ്ഡ് ആണ്. വേറെ ബ്രെയിൻ ഈസ് പ്രസൻറ്റ് അലോങ് വിത്ത് നമ്പർ ഓഫ് ഗാംഗ്ലിയ ആൻഡ് ന്യൂറൽ ടിഷ്യൂസ്. ദിസ് ഇൻഫർമേഷൻ കോൾസ് ട്രൂ ഫോർ. ഹൈഡ്രയെക്കാളിലും നമുക്കറിയാം ലോ ലെവലിൽ നിന്ന് ഹൈ ലെവൽ ഓർഗനൈസേഷനിലേക്ക് വരുമ്പം ന്യൂറൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരിക എന്ന് പറയാം. അപ്പോൾ ഹൈഡ്രയെക്കാളിലും ഡെവലപ്പ് ചെയ്ത സിസ്റ്റം എന്ന് പറയുമ്പോൾ സ്പോഞ്ചസ് വരുമോ? ഇല്ല. ഇൻസെക്റ്റ് വരുമോ നമുക്ക് നോക്കാം. ഇനി ഒള്ളി വെട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. ഒള്ളി ഫ്ലാറ്റിബംസ് എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. ഇവിടെ ആൻസർ വരുന്നത് ഇൻസെക്റ്റ് ആണ്. കോക്രോച്ചിൻ്റെ ഒക്കെ കേസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ബ്രെയിൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഗാംഗ്ലിയ ന്യൂറൽ ടിഷ്യൂസും പ്രസൻ്റ് ആണ്. ഓക്കെ, 144. Juxtaglomerular apparatus is humans is formed by the cellular modification of juxtaglomerular apparatus. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. JG എന്ന് പറയുന്നത് DCTയും അഫറൻ്റ് ആർട്ടീരിയോളും. ഏത് ഓപ്ഷനാണ് വരുന്നത്? യെസ്, ഓപ്ഷൻ 3 ആണ്. DCT ആൻഡ് അഫറൻ്റ് ആർട്ടീരിയോൾ ആർ ദ ലൊക്കേഷൻ ഓഫ് ദെയർ കോണ്ടാക്ട്. നോട്ട്സ് ഓഫ് റാൻവിയർ ആർ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ്. നോട്ട്സ് ഓഫ് റാൻവിയർ ഏതാ? ഗ്യാപ്പ് ബിറ്റ്വീൻ മൈലിൻ ഷീത്ത് ആണ്. ഓപ്ഷൻ 3 ആണ്. ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ന്യൂറോൺസ് സിനാപ്സ്. ഓർത്തോണേ. യെസ്. 146. മാച്ച് ഫോളോയിങ് ആണ്. റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഏത് വരും? റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സോഡിയം പൊട്ടാസ്യം പമ്പാണ്. 2 ആണ് വരിക. ഓക്കെ, A2 വരുന്നു. ഇനി നെർവ് ഇമ്പൾസ്. നെർവ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നും പറയും. ഇറ്റ് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഡീപോളറൈസ്ഡ് ആക്സോണൽ മെംബ്രെയിൻ. ഓക്കെ, കണ്ടക്ഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ, കറണ്ട് ഫ്ലോസ് ഇതാണ് കേട്ടോ. കറണ്ട് ഫ്ലോസ് ഓൺ ദി ഇന്നർ സർഫസ് ഓഫ് ആക്സോൺ ഫ്രം ഡീപോളറൈസ്ഡ് സൈറ്റ് ടു A to B നമ്മൾ പഠിക്കുന്നില്ലേ. യെസ്, ഡീപോളറൈസ്ഡ് സൈറ്റ് ടു പോളറൈസ്ഡ് സൈറ്റ്. റീപോളറൈസേഷൻ എന്ന് പറയുന്നത് K ഡിഫ്യൂസസ്. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ 1 ആണ്. ഓക്കെ, റീപോളറൈസേഷൻ സമയത്ത് K+ൻ്റെ എഫ്ലക്സ്. ഓക്കെ, 147. ദ പാർട്ട് ഓഫ് ഫോർബ്രെയിൻ ദ ലൈസ് ദ ബേസ് ഓഫ് സ്ട്രക്ചർ. ഫോർബ്രെയിൻ്റെ പാർട്ടാണ്. ഏതോ ഒരു പാർട്ടിൻ്റെ ബേസിൽ കാണുന്നു. ആ പാർട്ടിൻ്റെ ഫംഗ്ഷൻ ആ എന്തിൻ്റെ ബേസിലാണ്? തലാമസിൻ്റെ ബേസിൽ. അപ്പോൾ തലാമസിൻ്റെ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് മേജർ കോർഡിനേറ്റിംഗ് സെൻറ്റർ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നലിംഗ്. ഈ ബേസിൽ കാണുന്ന തലാമസിൻ്റെ ബേസിൽ കാണുന്ന ആരാ? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിൽ എന്ത് കൺട്രോൾ ചെയ്തു? ഹൈപ്പോതലാമസ് എന്ത് കൺട്രോൾ ചെയ്യുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, ഇച്ചിരി ഇൻഡയറക്റ്റ് ആയിട്ടാണ്. ആൻസർ വരിക ഓപ്ഷൻ ഹൈപ്പോതലാമസിൻ്റെ ഫംഗ്ഷനാണ് ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ റെഗുലേറ്റ് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ 4 ആണ്. മോസ്റ്റ് കോമൺ കോസ് ഫോർ ആൻ ഏജ് റിലേറ്റഡ് ഡിസോർഡർ ഇൻ മെനോപോസൽ വുമൺ ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഡിക്രീസ്ഡ് മോഡ് മാസ് ആൻഡ് ഇൻക്രീസ്ഡ് ചാൻസസ് ഓഫ് ഫ്രാക്ചേഴ്സ്. ഏതാ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? മെനോപോസൽ വുമണിൽ ഡിക്രീസ്ഡ് ലെവൽ ഓഫ് ഈസ്ട്രജൻ ആണ് ഇതിന് കാരണമാകുന്നത്. ഡിക്രീസ്ഡ് ലെവൽ ഓഫ് ഈസ്ട്രജൻ. ഓക്കെ, 149. ഹൗ മെനി ഐറ്റംസ് ഗിവൺ ഇൻ ദ ബോക്സ് ബിലോ ക്യാൻ ബി സെക്രീറ്റഡ് ഇൻ റീനൽ ട്യൂബ്യൂൾസ്. ട്യൂബുലാർ സെക്രീഷന് കാണുന്ന മെയിനായിട്ട് 3 പേരെ കാണുന്നുണ്ട് അല്ലേ. H+, K+, അമോണിയ. ഇവരൊക്കെ ഇല്ലേ?
H+, K+, അമോണിയ ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ അബ്സോർഷനിലാണ് HCO3- കാണുക. എന്നാലും HCO3- നമ്മുടെ ഓസ്മോ റെഗുലേഷൻ്റെ പാർട്ടായിട്ട് pH റെഗുലേഷൻ്റെ ഒക്കെ പാർട്ടായിട്ട് കുറച്ച് എമൗണ്ടൊക്കെ സെക്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ 1 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇനി 150 സെലക്ട് ദ മിസ്മാച്ച് റിസർച്ച് ടു ദ ഓർഗാനിസംസ് ആൻഡ് ദെയർ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ്. എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് അംഫിയോസെക്സ്, പ്രോട്ടോനെഫ്രീഡിയ, ശരിയാണ് അല്ലേ? പെരിറ്റിമ, നെഫ്രീഡിയ. പെരിറ്റിമ എന്ന് പറഞ്ഞാൽ എന്താ? എർത്തുവം, ശരിയാണ്. പെരിപ്ലാനേറ്റ, പെരിപ്ലാനേറ്റ അമേരിക്കാന കോക്രോച്ചിന് ഫ്ലെയിം സെൽസ് ആണോ? അല്ല. അപ്പം മിസ്മാച്ച് ആയിട്ടുള്ള നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. ബെലനോഗ്ലോസസിൽ പ്രൊബോസിസ് ഗ്ലാൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ 3 ആണ്. 151 സെലക്ട് ദ ഇൻകറക്റ്റ് മാച്ച്. ഇൻകറക്റ്റ് മാച്ച് കണ്ടെത്താനാണ്. ഡയബറ്റിക്സ് മെലിറ്റസ്, പ്രസൻസ് ഓഫ് ബ്ലഡ് ഇൻ യൂറിൻ, ശരിയാണോ? അല്ല. പ്രസൻസ് ഓഫ് ബ്ലഡ് ഇൻ യൂറിൻ എന്ന് പറയുന്നത് ഹെമറ്റൂറിയ ആണ്. ഹെമറ്റൂറിയ. അപ്പോൾ ഇത് വരുമോ? ഇല്ല. അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ 1 ആണ്. ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. റീനൽ കാൽക്കുലൈ എന്ന് പറയുന്നത് ക്രിസ്റ്റലൈസേഷൻ ഓഫ് സോൾസ് ആണ്. ഗ്ലോമറുല നെഫ്രൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലയാണ്. ഗ്ലൈക്കോസ് യൂറിയ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. ഗ്ലൂക്കോസ് യൂറിയ അല്ല, ഗ്ലൈക്കോസ് യൂറിയ. ഓർത്തോണം. യെസ്. ഓപ്ഷൻ 152 കൺസിഡർ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് സെലക്ട് ദ ഇൻകറക്റ്റ് വൺ. ഇൻകറക്റ്റ് ആയിട്ടുള്ള തിരഞ്ഞെടുക്കാനാണ്. നോക്കിയേ, പ്രിൻസിപ്പൽ നൈട്രോജനസ് വേസ്റ്റ് പ്രോഡക്റ്റ് ഇൻ ഹ്യൂമൻസ് ഈസ് സിന്തസൈസ്ഡ് ബൈ കിഡ്നീസ്. വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ? യെസ്. അടുത്ത നോക്കുന്നു, ലങ്സ് റിമൂവ് അപ്രോക്സിമേറ്റ്ലി 12 ലിറ്റർ CO2 പെർ അവർ. 200 ml CO2 പെർ മിനിറ്റ് എന്നാണ് നമ്മൾ കാണുക. പെർ അവർ ആകുമ്പോൾ ഇൻറ്റു 60, 12 ലിറ്റർ. പ്രശ്നമൊന്നുമില്ല, ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്മോൾ എമൗണ്ട് ഓഫ് നൈട്രോജനസ് വേസ്റ്റ് വുഡ് ബി എലിമിനേറ്റഡ് ത്രൂ സലൈവ. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രൈമറി ഫംഗ്ഷൻ ഓഫ് സെറ്റ് ഈസ് ടു ഫെസിലിറ്റേറ്റ് കൂളിംഗ് എഫക്റ്റ് ഓൺ ബോഡി സർഫസ്. അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ഒന്നാമത്തേലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൽ നൈട്രോജനസ് വേസ്റ്റ് പ്രോഡക്റ്റ് യൂറിയ ഈസ് സിന്തസൈസ്ഡ് ഇൻ കിഡ്നീസ് അല്ല, സിന്തസൈസ്ഡ് ഇൻ ലിവറാണ്. കിഡ്നി അതിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. ഓക്കെ. 153 സെലക്ട് ദ മിസ്മാച്ച്. മിസ്മാച്ച് കണ്ടെത്താനാണ്. അൺമൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ഇൻ PNS നോട്ട് എൻക്ലോസ്ഡ് ബൈ ഷ്വാൻ സെൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൺമൈലിനേറ്റഡ് ആയിക്കോട്ടെ മൈലിനേറ്റഡ് ആയിക്കോട്ടെ എല്ലായിടത്തും ഒരാൾ പ്രസൻ്റ് ആണ്. ഷ്വാൻ സെൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല. ബാക്കിയെല്ലാം ശരിയാണ്. യൂണിപോളാർ എന്ന് പറയുന്ന അവിടെ ആക്സോൺ മാത്രമേ ഉള്ളൂ. മൾട്ടിപോളാറിൽ കാണുന്നത് സെറിബൽ കോർട്ടെക്സിലാണ്. അതുപോലെ ബൈപോളാർ ന്യൂറോൺസ് കാണുന്ന റെറ്റിന 5 ആണ്. എല്ലാം ശരിയാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. അൺമൈലിനേറ്റഡ് നെർവ് ഫൈബറിൽ ഷ്വാൻ സെൽ ഇല്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഓക്കെ. 154 മാച്ച് ദ ഫോളോയിങ്. നോക്കിയേ, ഗ്ലൈഡിങ് ജോയിൻറ്റ്. ഗ്ലൈഡിങ് ജോയിൻറ്റ് ഏത് വരും? ഏതാ വരുന്നത്? ഗ്ലൈഡിങ് ജോയിൻറ്റ് ബിറ്റ്വീൻ കാർപ്പൽസ്. ഹിഞ്ച് ജോയിൻറ്റ്. ഹിഞ്ച് ജോയിൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നീ ജോയിൻ്റ് ഒക്കെ എക്സാമ്പിളാണ് അല്ലേ? ഫിമർ ആൻഡ് ടിബിയ. ഓക്കെ. യെസ്. പിവട്ട് ജോയിൻറ്റ് എന്ന് പറയുന്നത് അറ്റ്ലസും ഒന്നാമത്തെ സെർവിക്കൽ വെട്രിക്യുലയും രണ്ടാമത്തെ സെർവിക്കൽ വെട്രിക്യുലയും തമ്മിലുള്ള ജോയിൻ്റ് ആണ്. യെസ്. ഇനി ബോള സോക്കറ്റിൻ്റെ എക്സാമ്പിളാണ് ഹ്യൂമറസ് ആൻഡ് പെക്ടറൽ ഗേഡിൽ. അപ്പോൾ ആൻസർ ഏത് വരും? D1 വരും അല്ലേ? ഓപ്ഷൻ 4 ആണ്. A2 B3. യെസ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. 155 നോക്കാം. നോക്കിയേ, പോഡോസൈറ്റ്സ്. പോഡോസൈറ്റ്സ് എവിടെ കാണുന്ന സെൽസ്? എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂൾ. ഫിൽട്രേഷൻ സ്ലിറ്റുകളൊക്കെ ഉണ്ട്. പോഡോസൈറ്റ് എന്ന് പറയുമ്പോൾ ഫിൽട്രേഷൻ സ്ലിറ്റ് വരും. മാൽപീജിയൻ കോർപ്പസിൽ അല്ലെങ്കിൽ മാൽപീജിയൻ ബോഡി എന്ന് പറഞ്ഞാൽ ബോമാൻസ് ക്യാപ്സ്യൂളും ഗ്ലോമറസൂടെ കൂടുന്ന അതെവിടെയാണ് കാണുന്നത്? സിറ്റുവേറ്റഡ് ഇൻ ദ കോർട്ടിക്കൽ റീജിയൻ. B4 വരും. ഇനിയും JGA ഓൾറെഡി നമുക്കറിയാം. സെല്ലുലാർ മോഡിഫിക്കേഷൻ ഓഫ് DCT ആൻഡ് അഫറൻറ്റ് ആർട്ടീരിയോളാണ്. DCT എന്ന് പറയുന്നത് കണ്ടീഷണൽ റീഅബ്സോർഷൻ. കണ്ടീഷണൽ റീഅബ്സോർഷൻ ഓഫ് Na+ ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് എവിടെയാണ്? DCTയിലാണ്. ഏത് ആൻസർ വരിക? ഓപ്ഷൻ 2 ആണ്. A3. യെസ്. B4 C1 D2. ഓക്കെ. 156 ലോക്കോമോഷൻ ഇൻ ഹ്യൂമൻ റിക്വയർസ് എ പെർഫെക്റ്റ് കോർഡിനേറ്റർ ആക്ടിവിറ്റി ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം. ലോക്കോമോഷന് ഈ 3 സിസ്റ്റവും സഹായിക്കണം. മസ്കുലാറും ഉണ്ട്, ന്യൂറലും ഉണ്ട്, സ്കെലിറ്റലിൻ്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ആക്ഷൻ. അതുകൊണ്ട് ആവശ്യം വരിക ഓപ്ഷൻ 3 ആണ്. ഓക്കെ. 157 സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഹ്യൂമൻ കിഡ്നി. ഹ്യൂമൻ കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നാമത് പറയുന്നു, ഇറ്റ് ഈസ് സീൻ ബിറ്റ്വീൻ ദ ലെവൽസ് ഓഫ് ലാസ്റ്റ് തൊറാസിക് ആൻഡ് തേർഡ് ലംബാർ വെർട്ടിബ്രേ. ശരിയാണ് അല്ലേ? ക്ലോസ് ടു ദ വെൻട്രൽ വാൾ ഓഫ് അബ്ഡോമിനൽ ക്യാവിറ്റി. അങ്ങനെയാണോ പഠിച്ചേക്കുന്നത്? വെൻട്രൽ അല്ല, ഡോർസൽ വാൾ ഓഫ് അബ്ഡോമിനൽ ക്യാവിറ്റിയാണ്. അതുകൊണ്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ്. ബാക്കിയെല്ലാം ശരിയാണ്. ടഫ് ക്യാപ്സ്യൂളുണ്ട്, കുറച്ച് എമൗണ്ട് യൂറിയ റീറ്റെയിൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ലെങ്തും വെയിറ്റും കറക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 1 ആണ്. ഓക്കെ. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ 1 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് ന്യൂറോൺ ക്യാരീസ് ഇമ്പൾസസ് എവേ ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്ന് ഇമ്പൾസിനെ പുറത്തേക്ക് കൊണ്ടുവന്ന ആരാ? ലോങ് ഫിലമെൻ്റ്. ലോങ് ഫിലമെൻ്റിൻ്റെ പേര് ആക്സോൺ. ആക്സോൺ ഹെൽപ്സ് ഇൻ ക്യാരിയിങ് ഇമ്പൾസസ് എവേ ഫ്രം സെൽ ബോഡി. ഓക്കെ. പ്രോപ്പർട്ടി കോമൺ ബിറ്റ്വീൻ മസിൽ ഫൈബേഴ്സ് ആൻഡ്
നെർവ് ഫൈബേഴ്സ്. മസിൽ ഫൈബേഴ്സിൻ്റെയും നെർവ് ഫൈബേഴ്സിനും കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടി അത് ഏതാ? എക്സൈറ്റബിലിറ്റി ആണ് കേട്ടോ. ഓപ്ഷൻ 4 എക്സൈറ്റബിലിറ്റി. 160 കംപ്ലീറ്റ് അനലോഗി. പ്രോട്ടോനെഫ്രീഡിയ ആഫിയോസക്സ്. അങ്ങനെയാണെങ്കിൽ നെഫ്രീഡിയ ഏത് വരും? ഏത് ഓർഗാനിസം വരും? നെഫ്രീഡിയ, പ്ലനേറിയ, പ്രോൺ, പെരിപ്ലാനേറ്റ, പെരിറ്റിമ. ഇതിലേത് വരും? എർത്ത് ആണ്. ഓക്കെ, പെരിറ്റിമ, എർത്ത് വേം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം അയോൺസ് ഇൻ ഈച്ച് സ്കെലിറ്റൽ മസിൽ ഫൈബർ? ഏതാത്? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം അയോൺസ്, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ. 162 സോഡിയം പൊട്ടാസ്യം പമ്പ് മെയിനേഴ്സ് അയോണിക് ഗ്രേഡിയൻ്റ് അക്രോസ് മെംബ്രെയിൻ റെസ്റ്റിംഗ് ന്യൂറോൺ ബൈ. എങ്ങനെയാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് ഫംഗ്ഷൻ ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്ന? 3 Na+നെ പുറത്തേക്കും 2 K+നെ അകത്തേക്കും അല്ലേ? ഏത് ഓപ്ഷനാ? പമ്പിങ് 3 Na+ ഔട്ട്സൈഡ് ഓഫ് ദ സെൽ ആൻഡ് 2 K+ ഇൻ ടു ദ സെൽ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ. 163 ഇൻകറക്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ റെഡ് മസിൽസ് ആൻഡ് റെഡ് മസിൽ ഫൈബേഴ്സ് ആൻഡ് വൈറ്റ് മസിൽ ഫൈബേഴ്സ്. മയോഗ്ലോബിൻ കണ്ടൻറ്റ് ഇത് ശരിയാണ് അല്ലേ? റെഡ് മസിൽ ഹൈ ആണ്, വൈറ്റിൽ കുറവാണ്. എമൗണ്ട് ഓഫ് മൈറ്റോകോൺഡ്രിയ ശരിയാണ്, റെഡ് മസിൽ കൂടുതലാണ്, മറ്റിടത്ത് കുറവാണ്. എമൗണ്ട് ഓഫ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം നേരെ തിരിച്ചാണ് കേട്ടോ. ഇവിടെ ലോ ആയിരുന്നു വരേണ്ടത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ 3 ആണ്. ഇനി എമൗണ്ട് ഓഫ് സ്റ്റോർ ഓക്സിജൻ എവിടെയാണ് കൂടുതൽ? റെഡ് മസിൽ കൂടുതൽ, മറ്റിടത്ത് കുറവ്. ഓക്കെ, ഇപ്പോഴും ഓർത്തിരിക്കാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ എമൗണ്ട് ഓഫ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് വ്യത്യാസമുള്ളത്. ഓക്കെ, അത് ഓർക്കുക. ന്യൂറോൺ വിത്ത് 1 ആക്സോൺ ഒൺലി ഈസ് കോൾഡ്. ഒരു ആക്സോൺ മാത്രമുള്ളത് ഏതാത്? യൂണിപോളാർ. യെസ്, ഓപ്ഷൻ 3. 165 സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനാണ്. ആക്സോണൽ മെമ്പറൈൻ ഈസ് മോർ പെർമിയബിൾ ടു K+ ദാൻ Na+ ഡ്യൂറിങ് റെസ്റ്റിംഗ് ഫേസ്. പ്രശ്നമൊന്നുമില്ല അല്ലേ? ഓൾഫാക്ടറി നെർവ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹിയറിംഗ് ആണോ? അല്ല, സ്മെല്ലുമായിട്ട് ബന്ധപ്പെട്ട. പ്രസൻസ് ഓഫ് മൈനസ് ഡിക്രീസ് സ്പീഡ് ഓഫ്, ഡിക്രീസസ് അല്ല, ഇൻക്രീസ് സ്പീഡ് ഓഫ് ഇമ്പൾസസ് ആണ് നമ്മൾ പഠിച്ചത്. ആക്സിലറേറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചാൽ. യെസ്, എ ട്രാക്ട് ഓഫ് നെർവ് ഫൈബേഴ്സ് ദാറ്റ് കണക്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ഈസ് കോൾഡ് കോർപ്പസ് കലോസം. എവിടെ തന്നെ കൊടുത്തേ? കോർപ്പസ് ക്വാഡ്രിജമിന്. അതെന്താ സാധനം? അല്ല. ഓക്കെ, അപ്പോൾ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 1 ആണ്. 165 1. 160 ഐഡൻറ്റിഫൈ ദ ക്രേനിയൽ മെനിഞ്ചസ് ലെയർ വിച്ച് ഈസ് ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ബ്രെയിൻ ടിഷ്യൂ. നമ്മൾ പഠിക്കുന്നുണ്ട് ഔട്ടർ ഡുറാ മാറ്റർ, മിഡിൽ അരക്കനോയിഡ്, ഇന്നർ പിയാ മാറ്റർ അല്ലേ? അപ്പോൾ ആൻസർ വരുന്നത് ഏതാ? ബ്രെയിൻ ടിഷ്യൂ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന പിയാ മാറ്റർ ആണ്. ഓപ്ഷൻ 3 പിയാ മാറ്റർ. 167 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫറൻറ്റ് ആർട്ടീരിയോൾ എമർജിംഗ് ഫ്രം ഗ്ലോമറുലസ് ഫോം എ ഫൈൻ കാപ്പിലറി നെറ്റ്വർക്ക് അറൗണ്ട് ദ റീനൽ ട്യൂബ്യൂൾ പെരിട്യൂബുലാർ കാപ്പിലറീസ്. പ്രശ്നമുണ്ടോ? ഇല്ല. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ? ഇഫറൻറ്റ് ആർട്ടീരിയോളാണ് പെരിട്യൂബുലാർ കാപ്പിലറി ആയിട്ട് മാറുന്നത്. വാസാറക്റ്റ ഈസ് ആബ്സെൻറ്റ് ഇൻ ജക്സ്റ്റാമെഡുലറി നെഫ്രോൺ. അല്ല, വാസാറക്റ്റ ഈസ് പ്രസൻറ്റ് ഇൻ ജക്സ്റ്റാമെഡുലറി നെഫ്രോൺ. ഇനി കോർട്ടിക്കൽ നെഫ്രോൺസിലാണെങ്കിൽ ദേ ആർ ഹൈലി റെഡ്യൂസ്ഡ് ഓർ ആബ്സെൻറ്റ്. അങ്ങനെയാണ് പറയാറ് അല്ലേ? ഇത് തെറ്റാണ്. അപ്പോൾ ആൻസർ ചെയ്ത് വരും. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് 2 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഹൗ മച്ച് ബ്ലഡ് ഈസ് പമ്പ്ഡ് ബൈ ഈച്ച് വെൻട്രിക്കിൾ ഓഫ് ദ ഹാർട്ട് ഇൻ എ മിനിറ്റ് ഗോസ് ടു കിഡ്നി? കാർഡിയാക് ഔട്ട്പുട്ടിൻ്റെ എത്ര % ആ കിഡ്നിയിലേക്ക് വരുന്നത്? 1/5 ആണ്. ഓപ്ഷൻ 1 ആണ് 1/5. ഓക്കെ. 169 വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബേർഡ്സ് ആൻഡ് ലാൻഡ് സ്നെയിൽസ് ആർ യൂറിക്കോട്ടലിക്. യൂറിക് ആസിഡ് ആണ്, അതുകൊണ്ട് യൂറിക്കോട്ടലിക് ആണ്. ശരിയാണ്. ഇനി മാമൽസ് ആൻഡ് ഫ്രോക്സ് ആർ യൂറിയോട്ടലിക്. യൂറിയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ശരിയാണ്. അക്വാട്ടിക് ആംബിബിയൻസ് ആൻഡ് അക്വാട്ടിക് ഇൻസെക്ട്സ് ആർ അമോണോട്ടലിക്. അമോണിയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്, അതും ശരിയാണ്. ഇനി ലാസ്റ്റ് വൺ ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ് ആർ യൂറിയോട്ടലിക്. ആണോ? യൂറിയാണോ? അല്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഏതാ? ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ 4 ആണ്. ഓക്കെ. 170 യൂറിക് ആസിഡ് ചീഫ് നൈട്രോജനസ് കമ്പോണന്റ് ഓഫ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ഓഫ്. നോക്കിയേ, എർത്ത് വേം, കോക്രോച്ച്, ഫ്രോഗ്, മാൻ. ഇതിൽ എർത്ത് വേമിലും ഫ്രോഗിലും മാനിലും ഒക്കെ മെയിൻ ആയിട്ടുള്ളത് യൂറിയ ആണ്. അപ്പോൾ യൂറിക് ആസിഡ് വരുന്ന കോക്രോച്ച് ആണ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. 171 ഹ്യൂമൻ ബ്രെയിൻ ഈസ് കവേർഡ് ബൈ 3 cranial meninges അല്ലേ? 3 layers ഓഫ് cranial meninges. അതാണ് ഡുറാ മാറ്റർ, പിയാ മാറ്റർ, അരക്കനോയിഡ്. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഓർഡറിൽ എഴുതണം. എങ്ങനെ ഓർഡറിൽ എഴുതണ്ടേ? ഔട്ടർ ടു ഇന്നർ. ഔട്ടർ ഡുറാ മാറ്റർ, മിഡിൽ അരക്കനോയിഡ്, ഇന്നർ പിയാ മാറ്റർ. അപ്പോൾ എങ്ങനെ വരും? CBA. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. 172 നോക്കിയേ. ഓസ്മോലാരിറ്റി ഓഫ് ഇന്നർ മെഡിലറി ഇൻറ്റർസ്റ്റീഷ്യം ഇസ് അബൌട്ട്. ഓസ്മോലാരിറ്റി ഓഫ് ഇന്നർ മെഡിലറി ഇൻറ്റർസ്റ്റീഷ്യം കോർട്ടിക്കലിൽ 300, അതിൻ്റെ 4 ഇരട്ടി. എത്രയത്? ഓപ്ഷൻ 1 ആണ് 1200 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ആണ്. ഓക്കെ. 173 അസർഷൻ റീസൺ ആണ്. കമ്പാരിസൺ ഓഫ് വോളിയം ഓഫ് ഫിൽട്രേറ്റ് ഫോംഡ് പെർ ഡേ ഈസ് 180 ലിറ്റർ പെർ ഡേ വിത്ത് ദാറ്റ് ഓഫ് യൂറിൻ റിലീസ്ഡ് ഈസ് 2.5 ലിറ്റേഴ്സ്. ശരിയാണോ?
അല്ല, 1.5 ലിറ്റർ ആയിരുന്നു. അതുകൊണ്ട് അസേഷൻ തെറ്റാണ്. റീസൺ പറയുന്നു നിയർലി 99% ഓഫ് ദ ഫിൽട്രേറ്റ് ഹാസ് ടു ബി റീഅബ്സോർബ്ഡ് ബൈ ദ റീനൽ ട്യൂബ്യൂൾസ്. ശരിയാണ്. അപ്പോൾ അസേഷൻ ഇവിടെ തെറ്റ്, റീസൺ ട്രൂ ആണ്. അതുകൊണ്ട് ഓപ്ഷൻ 3 വരും. എ ഈസ് ഫാൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ഓക്കെ. 174 ആവറേജ് ക്വാണ്ടിറ്റി ഓഫ് യൂറിയ എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ ബൈ മാൻ പെർ ഡേ 25 to 30 ഗ്രാമ. കണ്ടോ, മില്ലിഗ്രാം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 2 ആണ്, 25 to 30 ഗ്രാം. 175 കൗണ്ടർ കറണ്ട് മെക്കാനിസം ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ എ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ. ദിസ് ഗ്രേഡിയൻ ഹെൽപ്സ് ഇൻ കൗണ്ടർ കറണ്ട് മെക്കാനിസം കാരണം എന്താ ഗുണം? മെഡുലറി ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിലെ എന്താ കോൺസെൻട്രേഷൻ കൂടി നിൽക്കുന്നു. അതുകൊണ്ട് മാക്സിമം വാട്ടറിനെ കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്ന് മാക്സിമം റീഅബ്സോർവ് ചെയ്യാനായിട്ട് പറ്റും. കളക്റ്റിംഗ് ട്യൂബിൽ നിന്ന് അത് നോക്കിയാൽ ഈസി പാസേജ് ഓഫ് വാട്ടർ ഫ്രോം കളക്റ്റിംഗ് ട്യൂബിൽ ടു ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് ആൻഡ് ദെയർ ബൈ കോൺസെൻട്രേറ്റിംഗ് യൂറിൻ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്, ബാക്കിയൊക്കെ തെറ്റാണ് കേട്ടോ. യെസ്. 176 നോക്കിയേ നമ്പർ ഓഫ് ബോൺ പ്രസൻറ്റ് ഇൻ സെർവിക്കൽ, തൊറാസിക്, ലംബ, സേക്രൽ ആൻഡ് കോക്കീസ് റീജൻസ് റെസ്പെക്റ്റീവ്ലി. ഇങ്ങനെ നമ്മൾ പഠിച്ചേക്കുന്നത് 7 അല്ലേ, C7, T12, L5, then 1 അല്ലേ. ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ 3 ആണ്. In the thin filament of skeletal muscle fiber, a globular protein that masks the active sites on F-actin. ഏതാത് മാസ്ക് ചെയ്യുന്നത്? ട്രോപ്പോണിൻ ആണ് കേട്ടോ. റെഗുലേറ്ററി പ്രോട്ടീൻ കൂടിയാണ് ട്രോപ്പോണിൻ. ഓക്കെ, ട്രോപ്പോണിൻ. The contractile protein of skeletal muscle involved in ATPase activity is. The contractile protein of skeletal muscle involving ATPase activity is. ഏതാത്? Contractile protein of skeletal muscle involving ATPase activity is myosin. Okay, myosin. Okay, myosin ഹെഡിലാണ്. 179 which of the following components is a part of pectoral girdle? Pectoral girdle പാർട്ടായിരിക്കുന്നത് ഏതാണ്? pectoral girdle പാർട്ടായിട്ടുള്ളത് സ്റ്റേണം, ആക്സിയോസ്കെലറ്റിൻ്റെ പാർട്ടാ. അസറ്റാബുലം പെൽവിക് ഗേർഡിൻ്റെ പാർട്ടാ. ഗ്ലീനോയിഡ് ക്യാവിറ്റി പെക്ടറൽ ഗേർഡിൻ്റെ പാർട്ടാ. ഇലിയം നമ്മുടെ പെൽവിക് ഗേർഡിൻ്റെ പാർട്ടാണ്. ഓക്കെ, ഇലിയം ഗ്ലീനോയിഡ് ക്യാവിറ്റിയാണ്. ആൻസർ ഓപ്ഷൻ 3. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സാർക്കോമിയർ? സാർക്കോമിയർ എന്താണ്? സാർക്കോമിയർ ഓൾറെഡി നമ്മൾ കണ്ടു, ഫങ്ഷണൽ യൂണിറ്റ് ഫോർ കോൺട്രാക്ഷൻ അല്ലേ. പാർട്ട് ബിറ്റ്വീൻ 2 ഈസർ ലൈൻസ് ആണ്. ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അപ്പം താങ്ക് യു.